സഭയിലേക്കു വന്നതും ഇരുടഞ്ഞ പാതയിൽ നിന്റെ പാതയിൽ തടസ്സമായിരുന്ന കടലുകൾ പാദമോന്നി കൈകളിൽ നാടിനെ ചേർത്തുമറത്തി നിർത്തി മാനവർക്ക് രക്ഷയെ സേവനങ്ങൾ നൽകി വികസനത്തിൽ പാതയിൽ കൈവിളക്കുമായി വഴികാട്ടി നീ നാഥനായി ലോകദുരിതകാലവും ശക്തമായ മക്കളെ. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുമ്പ് കാരണഭൂതൻ, തീയിൽ കുരുത്ത കുതിര, പാറും കഴുകൻ, മലയാള നാടിൻ മന്നൻ, മണ്ണിൽ മുളച്ചൊരു സൂര്യൻ തുടങ്ങിയ വിശേഷണങ്ങളിലൂടെ പിണറായി വിജയനെ പാടിപ്പുകഴ്ത്തിയതായി നാം കണ്ടു. ഇന്നിതാ ചാരത്തിൽ നിന്നുയർന്ന ഫീനിക്സ് പക്ഷിയായും സമരധീര സാരഥിയായും ചെങ്കൊടിയുടെ കാവലാളായും ചെങ്കനലായുമൊക്കെ വാഴ്ത്തിപ്പാടിയതിനും നാം സാക്ഷിയായി. സംഘഗാനം രചിച്ച പൂവത്തൂർ ചിത്രസേനൻ കവി പിണറായിയെ എങ്ങനെ വർണ്ണിക്കാതിരിക്കും? പൊതുഭരണ വകുപ്പിൽ ക്ലർക്കായുള്ള 22 വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹത്തിന് പിൻവാതിൽ നിയമനമുറപ്പിച്ച സഖാവിനോട് ഇങ്ങനെയല്ലാതെ എങ്ങനെ കൂറ് കാണിക്കും? കാരണഭൂത വർണ്ണനയിലൂടെ കൈകൊട്ടിക്കളിച്ച വനിതാ സഖാക്കൾക്ക് എന്തെങ്കിലും കിട്ടിയോ ആവോ? വർക്കിംഗ് അവേഴ്സിലാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിൽപ്പെട്ട ജീവനക്കാർ പിണറായി സ്തുതിഗീതം ആലപിച്ചതും അതിന് കാഴ്ചക്കാരായി നിന്നതും. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞ മഹാൻ ഓഫീസ് സമയത്ത് ജീവനക്കാർ കസേരയിൽ ഉണ്ടാവണമെന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് സെക്രട്ടേറിയറ്റിൽ ഓണാഘോഷത്തിന് പോലും നിയന്ത്രണം ഏർപ്പെടുത്തിയത് നിങ്ങളാരും മറന്നു കാണില്ലല്ലോ. ജന ഡിബേറ്റ് പരിശോധിക്കുന്നു. വാഴ്ത്തിപ്പാടാൻ എന്തെങ്കിലും ഉണ്ടോ? ഇടത് സൈദ്ധാന്തികൻ പണ്ഡ്യാല ഷാജി, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് PM നിയാസ്, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്ക, സാമൂഹ്യ നിരീക്ഷകരായ MK ഹരിദാസ്, ശ്രീജിത്ത് പണിക്കർ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. പണ്ഡ്യാല ഷാജി, ഈ കോപ്രായങ്ങൾ കണ്ടിട്ട് താങ്കൾക്ക് എന്തു തോന്നുന്നു? CPM-ൽ വ്യക്തിപൂജ നിഷിദ്ധമാണ്. കണ്ണൂരിലെ ചെന്താരകം P ജയരാജൻ്റെ കാര്യത്തിൽ നാം അത് കണ്ടതാണ്. CPM സംസ്ഥാന സമിതി പോലും ജയരാജനെ വാഴ്ത്തിപ്പാടിയത് അന്ന് ചർച്ച ചെയ്തു. PJക്ക് പാടില്ല, പിണറായിക്കാവാം. നമ്മുടെ നാട്ടിൻപുറത്തുള്ള ചൊല്ല് പോലെ കാരണവർക്ക് അടുപ്പിലുമാവാം എന്നാണോ ശ്രീ പണ്ഡ്യാല ഷാജി? അല്ല, ഇതിനകത്ത് ഒരു കാര്യം, സത്യത്തിൽ നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണോ എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമികമായ ഒരു 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 ചോദ്യം. ശരിക്കും നമ്മൾ കേരളത്തിലാണോ ജീവിക്കുന്നത്? അധികാരം അതിൻ്റെ അനിയന്ത്രിതമായ എല്ലാ മേഖലയിലേക്കും കടക്കുക. രണ്ടാമത് വരുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് അതിൻ്റെ കുവിഞ്ഞുകൂടാനുള്ളതിൻ്റെ പരമാവധി കുവിഞ്ഞുകൂടുക, അല്ലെങ്കിൽ കുവിഞ്ഞു കൂട്ടുക. ഇത് രണ്ടും കൂടിയായി കഴിഞ്ഞാൽ വരാവുന്ന ഒരാളുടെ മതിഭ്രമമുണ്ട്. ആ മതിഭ്രമം എന്ന് പറയുന്നത് അധികാരം അയാളെ വാസ്തവത്തിൽ ഉന്മാദിയാക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ ഉന്മാദിയാക്കപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് സാധാരണ നിലയിൽ മലബാറിൽ നമ്മൾ പറയുന്നത് ഒരു തലയിൽ നെല്ലിക്കാ തളം വെക്കണമെന്നാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് പിന്നെ നമ്പ്യാർക്ക് മനസ്സിലായി കാണുമല്ലോ. അവിടെ പ്രാഥമികമായി ചെയ്യേണ്ടത് ഈ മുഖ്യമന്ത്രിയുടെ തലയിൽ കൃത്യമായി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും പോളിംഗ് ബ്യൂറോയും സെൻട്രൽ കമ്മിറ്റിയും ചേർന്നിട്ട് നല്ലൊരു ഗുരുക്കലെടുത്ത് കൊണ്ടുപോയി നെല്ലിക്കാ തളം വെക്കണം. അത് താഴെ നെല്ലിക്കയൊന്നും വെച്ചാൽ പോരായി. കാരണം അത്രമാത്രം പിന്നെ അപകടകരമാണ് ഈ സാധനം. അപ്പോൾ രണ്ടാമത് തിരിച്ചാലോചിക്കേണ്ട കാര്യം, പാട്ട് എഴുതിയിരിക്കുന്ന വിദ്വാൻ, എനിക്ക് ആ വിദ്വാനെ അറിയില്ല, അയാൾ എഴുതിയിരിക്കുന്നതിൽ അതൊരു പ്രധാനപ്പെട്ട കാരണം അതൊരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നു എന്നാണ്. ഞാൻ തലശ്ശേരിക്കാരനാണ്. തലശ്ശേരി ഒരു കോളേജ്, ഫീനിക്സ് കോളേജ്. ആ ഫീനിക്സിന് വേറൊരു അർത്ഥമുണ്ട്, റെഡ് ബ്ലഡ് എന്നൊരു അർത്ഥമുണ്ട്. ഈ ഫീനിക്സ് കോളേജ് ചൂരൈ ചന്ദ്രൻ മാസ്റ്റർ സ്ഥാപിച്ചിരിക്കുന്ന കോളേജാണ് ഫീനിക്സ് കോളേജ്. ചൂരൈ ചന്ദ്രൻ മാസ്റ്ററുടെ എൻ്റെ ഗുരുനാഥനാണ്, എൻ്റെ ഗുരുനാഥനും കൂടിയാണ്. പിന്നെ അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് ചിന്തകൻ, വലിയ പാർട്ടി ക്ലാസ് എടുത്തിരിക്കുന്നത് ഏറ്റവും പ്രഗത്ഭൻ, ഇങ്ങനെ എല്ലാമായിരിക്കുന്ന നിരവധി കുട്ടികളുടെ അധ്യാപകനും കൂടിയായിട്ട് ചന്ദ്രൻ മാഷ്. MBR ഉണ്ടായിരിക്കുന്ന ഒരു വിഷയത്തിന്റെ മേലെ സർവ്വതും ചുട്ടുകരിച്ചപ്പോൾ മാസ്റ്ററുടെ
കോളേജിനകത്തുണ്ടായിരുന്ന 6000 ലൈബ്രറിയാണ് ഈ മഹാഭാവിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് തന്നെ വെക്കാം. പിന്നെ പുസ്തകം കത്തിച്ച് 6000 പുസ്തകങ്ങളാണ് കത്തിച്ച്, ഏറ്റവും അമൂല്യമായിരിക്കുന്ന പുസ്തകങ്ങൾ. പിന്നെ ഫീനിക്സ് കോളേജ് തുടങ്ങാനുണ്ടായിരുന്ന ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചന്ദ്രമാഷും പാർട്ടി സഖാക്കളും ചേർന്നിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു തലശ്ശേരിയിലെ ക്രൈസ്റ്റ് കോളേജ്, പ്രസിദ്ധമായ ക്രൈസ്റ്റ് കോളേജ്. ആ ക്രൈസ്റ്റ് കോളേജ് 1986 MBRന്റെ വിഷയം വന്നതിന് ശേഷം CPM ഇത് പിടിച്ചെടുക്കുകയാണ്. ആ ഒരു കോളേജ് അവിടെ സ്ഥാപിക്കാനുണ്ടായ കാരണം 1978-79 പീരീഡിലാണ്, 79 തോന്നുന്നത്. എൻ്റെ ഒരു വർഷം എന്നോട് ചെറിയൊരു മിസ്റ്റേക്ക്, ഒന്ന് 78 79 കരയത്തിൽ നാരായണേട്ടൻ ആത്മഹത്യ ചെയ്യുന്നു. കരയത്തിൽ നാരായണനും അദ്ദേഹത്തിന്റെ ഭാര്യയും 3 മക്കളുമാണ് ആത്മഹത്യ ചെയ്തത്. അവരുടെ അതിന്റെ ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായാണ് കരയത്തിൽ നാരായണൻ മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന പേരിൽ ചൂരൈ ചന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ അങ്ങനെ ഒരു കോളേജ് തുടങ്ങുന്നത്. ഇത് അതിനേക്കാൾ പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ വർഷാവർഷം വരാവുന്ന ഒരു പിന്നെ ദുഃഖാചരണത്തിന്റെ ഭാഗമായി നാരായണേട്ടനെ അനുസ്മരിക്കുന്നതിനുള്ള പരിപാടി നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് നടത്താൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്ന മഹാവിപ്ലവകാരിയും യോഗ്യനുമാണ് ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. നിങ്ങൾ അറിയില്ലെങ്കിൽ ഞാനത് കേരളത്തിലെ പൗരാവലിയോട് പറയുന്നതാണ്. അത് തടഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന പാർട്ടി സഖാക്കൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ സെൻട്രൽ കമ്മിറ്റിക്കും പോളിറ്റ് കത്തെഴുതി. സെൻട്രൽ കമ്മിറ്റിക്ക് പോളിറ്റ് കത്തെഴുതി കഴിഞ്ഞപ്പോൾ അത് നടക്കുമെന്നായപ്പോൾ ഇയാൾ പറഞ്ഞത് നാരായണന്റെ പേരുള്ള ലൈബ്രറിയുടെ പേരിൽ എന്താ പറയാ ദിനാചരണം വാർഷിക ദിനാചരണം നടത്താം. അതുപോലും തടയാൻ ശ്രമിച്ചിരിക്കുന്ന യോഗ്യനാണ് ഈ കക്ഷി. അതുകൊണ്ട് ഫീനിക്സ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇനി മൂന്നാമതൊരു വിഷയം ഞാൻ ചോദിക്കട്ടെ. ഏത് മേഖലയിൽ ഏത് ഘട്ടത്തിലാണ് ഇയാൾ ഈ ഒരു പാർട്ടികൾ ഇത്രയും വലിയ പോരാളിയും ഇത്രയും വലിയ സംഘാടകനും ഇത്രയും വലിയ നേതാവുമായി തീർന്നത്? കേരളത്തിനകത്തെ ഏതെങ്കിലും ഒരു നല്ല പാർട്ടി സഖാവിനെ ഇയാൾ ഈ പാർട്ടിക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്റെ ഗ്രാമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇയാൾ കേരളത്തിൽ എവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? ഇയാൾ ഇതൊന്നുമില്ലാതിരിക്കുന്ന ഒരാളെ വാഴ്ത്തിപ്പാടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന ഒരു തലമുണ്ട്. ആ തലം എന്ന് പറയുന്നത് ഇയാൾ എന്താകുകയെന്നറിയോ? ഇയാൾ ഈ സംഭവം കണ്ടിട്ട് അങ്ങനെ ആനന്ദപുളകിതനായി ഒരു ആത്മരതിയിലൂടെ സന്തോഷിക്കുകയാണ് ഈ മനുഷ്യൻ. ഇതിനകത്ത് പാടുന്നതിന് വന്നിരിക്കുന്ന സ്ത്രീകളുടെ പാറ്റേൺ നോക്കൂ നിങ്ങൾ. എല്ലാവരും ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ പാറ്റേൺ നോക്കൂ. ഇപ്പൊ തളിപ്പറമ്പില് CPMന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. ഈ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഓരോ ലക്ഷങ്ങളും കോടികളുമാണ് ഇടിച്ചു തള്ളുന്ന ഓരോന്നിനും എന്താ അറിയോ? ഇതേ വസ്ത്രത്തിന്റെ പാറ്റേൺ ആണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പാറ്റേൺ ആണ്. എവിടുന്നാണ് ഈ അബണ്ടന്റ് ഓഫ് വെൽത്ത് പാർട്ടിക്ക് വരുന്നത്? എന്ത് രാഷ്ട്രീയ മൂല്യവും പുതിയ ബോധവുമാണ് നിങ്ങൾ ഈ പബ്ലിക്കിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? ഇയാൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ അർമാദിച്ച് ചിരിക്കുമ്പോൾ നാട്ടിൽ കാണുന്ന ആളുകളെ മുഴുവൻ ആളുകളെയും ഇയാൾ പരിഹസിക്കുകയും പുച്ഛിക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഇയാൾക്കുള്ള ബന്ധം എന്താണ് ബന്ധം? പിന്നെ നാലാമതായി പറഞ്ഞ വിഷയം എന്താണ്? ചന്താരകമാണ്, പോരാളിയാണ്. ഏടെ പോരാളി? ഞാൻ ഇവിടെ നമ്മുടെ ചാനലിൽ പറഞ്ഞാണ്, അടിയന്തരാവസ്ഥയിൽ ഇയാൾ വാങ്ങി എന്ന് പറയുന്നത് പേട്ടടിയാണ് ഇയാൾ അടിയന്തരാവസ്ഥയിൽ വാങ്ങിയത്. അടിയന്തരാവസ്ഥയിൽ CPIMന്റെ അത്ര ഉന്നതന്മാരായ നേതാക്കന്മാർ സെൻട്രൽ ജയിലിൽ കടന്നിട്ടുണ്ട്. എന്റെ അച്ഛൻ പാണ്ഡ്യാലഗോപാലൻ കടന്നതാണ്. എത്രയാൾക്ക് അടിയന്തരാവസ്ഥ കാലത്ത് ഭീകരമായ വർധന ഏറ്റുവാങ്ങിയിട്ടുണ്ട് എനിക്ക് നേരിട്ടറിയാവുന്നല്ലേ. ഇയാൾക്ക് അടികൊണ്ടുവന്ന് പറഞ്ഞ സമയത്ത് ഇയാൾ ആദ്യമായി കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് കാണാൻ പോയിരിക്കുന്നത് കൂട്ടത്തിൽ അന്ന് ചെറിയ കുട്ടിയായിരിക്കുന്ന ഞാനുമാണ് പോയത്, ഞാൻ ഈ പറയുന്ന ഷാജിയുമാണ് പോയത്. എന്നാൽ പിണറായി അടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMന്റെ പ്രവർത്തകന്മാർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഘട്ടത്തിൽ അത് മുറിച്ചു കടക്കാൻ വന്നിരിക്കുന്ന ആളായിരുന്നു, പാർട്ടി നിയോഗിച്ച ആളായിരുന്നു സാക്ഷാൽ കരയത്ത് നാരായണന് ഷർട്ട് മുണ്ട് ഇത് വാങ്ങിച്ചു കൊടുത്തത് എൻ്റെ അമ്മ ചീരൂട്ടിയാണ്. അപ്പൊ മൂപ്പർക്ക് വേണ്ടുന്ന ഷർട്ട് മുണ്ട് ലുങ്കി ഇത് മുഴുവൻ വാങ്ങിച്ചു കൊടുക്കല് ആ നാരായണനാണ്. പിന്നീട് അടിയന്തരാവസ്ഥ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തിന്റെ പ്രാരബ്ധവും പ്രതിസന്ധിയും മാത്രമല്ല അപമാനിക്കപ്പെട്ടതിന്റെ അങ്ങേത്തലയായപ്പോഴാണ് ആ മനുഷ്യൻ എന്ത് ചെയ്ത് കത്ത് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു. ആ കത്തിന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? MP ഗോവിന്ദൻ ഇപ്പൊ വയനാട്ടിൽ പോയിട്ട് വലിയ വമ്പിച്ച ബടായി വിടുന്നുണ്ടല്ലോ. ഗോവിന്ദൻ ആദ്യം ആലോചിക്കേണ്ട ഈ കത്ത് എവിടെ പോയി? എവിടെയുണ്ട് ഈ കത്ത്? ഇതേപോലെ ചോദിക്കണം. എവിടെ പോയി ചോദിക്കണം? ഇടുക്കിയിൽ പോയി ചോദിക്കണം. ഇതേപോലെ ചോദിക്കണം. എവിടെയും പോയി ചോദിക്കണം. ആന്തൂരിലെ സാജന്റെ കുടുംബത്തിനകത്ത് പോയി ചോദിക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അറിയേണ്ടത് നിങ്ങൾക്ക് ആളുകളെ കുരങ്ങ് കളിപ്പിക്കാനുള്ള ഒരു സംഘടനാ സംവിധാനമല്ല പാർട്ടി. അഞ്ചാമത്തെ വിഷയം ഞാൻ പറയാം. ഈ കഴിഞ്ഞ ദിവസമാണല്ലോ ആലപ്പുഴയിൽ ജില്ലാ സമ്മേളനം നടന്നത്. ആ ജില്ലാ സമ്മേളനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി രാവിലെ തൊട്ട് വൈകുന്നേരം പോയിട്ട് 3 ദിവസം തുടർച്ചയായിട്ടിരുന്നു. എന്ത് ആവശ്യത്തിനാണ് ഇരുന്നത്? ഒറ്റ ആവശ്യമേ ഉള്ളൂ.
എന്നെ ആരും ചോദ്യം ചെയ്യുന്നതിന്റെ ഒരു സിംറ്റംസ് പോലും ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന തീരുമാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ്. ആരൊക്കെയോ ചെറിയ എന്തെല്ലോ പരാമർശങ്ങൾ നടത്തിയെന്ന് പറയുന്നത് കേട്ടു. അപ്പോ അത് വന്നപ്പോ സംഘടനാ പ്രശ്നങ്ങളുമാരല്ലോ പറഞ്ഞപ്പോ അതിന് മുഴുവൻ മറുപടി പറഞ്ഞതാരാണ്? ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഈ ഗോവിന്ദന്റെ ആവശ്യത്തിലാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് ആടിയിരുന്നത്. ഒരു പാർട്ടിയുടെ വിഷയം, പാർട്ടിയുടെ സംഘടനാ പ്രശ്നം പറയുമ്പോൾ അത് പറയാനുള്ള ഉത്തരവാദിത്വവും അധികാരവും ആർക്കാണ്? മുഖ്യമന്ത്രിക്കല്ല. അല്ല, അത് ആർക്കാണ്? അത് പാർട്ടി സെക്രട്ടറിക്കാണ്. 1957 അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി EMS കേരളത്തിൽ ഇരുത്തിയതാരാണ്? അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ട് സഖാവ് MN ഗോവിന്ദൻ നായർ അല്ലേ? MN വരച്ച വരക്കപ്പുറത്ത് EM ശേഖരൻ നമ്പൂരിപ്പാട്ട് കടക്കാൻ പറ്റിയില്ല. അതാണ് പാർട്ടി സെക്രട്ടറി. ആ പാർട്ടി സെക്രട്ടറി ഇരിക്കേണ്ടവൻ അവിടെ ഇരുന്നില്ലെങ്കിൽ ഡാഷ് കയറിയിരിക്കുന്നു പറയുന്നതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് സത്യത്തിൽ ഈ ഗോവിന്ദന്റെ ഇത്ര അപമാനിതരായി ആഭാസരായി പാർട്ടി ജില്ലാ സമ്മേളനത്തിനകത്ത് ഈ മനുഷ്യൻ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെയുള്ള ഒരാളെ വാഴ്ത്തുമ്പോഴാണ് നാം അറിയേണ്ടത് ഇതാരെ പുച്ഛിക്കുന്നതാണ്. കേരളത്തിലെമ്പാടുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രവർത്തകന്മാരെ മാത്രമല്ല പൊതു പൗരാവലിയെ പുച്ഛിക്കുകയാണ്. ആ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരിക്കുന്ന ചിരിയല്ല ആ മറ്റേ സാധനമാണ് അയാളെ വായിൽ നിന്ന് വീണത്. എന്നിട്ട് അപ്പോഴാണ് നമ്മൾ പറയേണ്ടത് കാരണഭൂതൻ ഇപ്പോ ഇവിടെ എത്തിയത് ഫീനിക്സിലാണ്. ഇനി വരുന്നത് എന്തായിരിക്കുമെന്നറിയോ? ഇനി വരുന്നത് പിശാചിന്റെ ചിരിയാണ്. ഇനി വരുന്നത് പിശാചായിരിക്കും. ഇതാണ് നിലവിലെ പ്രാഥമികമായ റൗണ്ടിൽ മിസ്റ്റർ നമ്പ്യാർ എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. യെസ്, അഡ്വക്കേറ്റ് PM നിയാസ്, ഇപ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊരു വാഴ്ത്തുപാട്ട് വന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു വാഴ്ത്തുപാട്ടിൽ അദ്ദേഹം ആനന്ദിക്കുകയാണ്. ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാം ഞാൻ അറിഞ്ഞില്ല. നോക്കൂ, നേരത്തെ കണ്ണൂരിൽ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനെ ചെന്താരകമെന്ന് വിശേഷിപ്പിച്ച് ഇതുപോലൊരു വാഴ്ത്തുപാട്ട് ഇറങ്ങിയതാണ് CPM സംസ്ഥാന സമിതി ചർച്ച ചെയ്തത്. എനിക്ക് തോന്നുന്നു ജയരാജനെ അന്ന് ശാസിക്കുകയോ മറ്റോ ചെയ്തു. വ്യക്തിപൂജ പാടില്ല പാർട്ടിയിൽ എന്നൊക്കെ പറഞ്ഞ് ശാസിച്ചു. അതെന്തു ആയിക്കൊള്ളട്ടെ പാർട്ടി കാര്യം. പക്ഷേ നോക്കൂ, ഇവിടെ സർക്കാർ ഓഫീസ് പ്രവർത്തിക്കേണ്ട സമയത്താണ് സെക്രട്ടേറിയറ്റിലെ സഖാക്കന്മാർ, വനിതാ സഖാക്കന്മാരും പുരുഷ സഖാക്കന്മാരും സെൻട്രൽ സ്റ്റേഡിയത്തിൽ പോയി സംഘഗാനം പാടിയിരിക്കുന്നത്. നോക്കൂ, ഈ പിണറായി തന്നെയാണ് പറഞ്ഞത് ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന്. നോക്കൂ, അത് പാലിക്കേണ്ട അല്ലെങ്കിൽ അത് നടപ്പിലാക്കേണ്ട ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇന്ന് സംഘഗാനം, വാഴ്ത്തുപാട്ട് ഒക്കെ നടന്നിരിക്കുന്നത്. നോക്കൂ, ഇവിടെ പിണറായി വിജയൻ പറയുന്നതും പിണറായി വിജയൻ ചെയ്യുന്നതും കാലാകാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈരുദ്ധ്യങ്ങളാണ്. ഒന്നാമത്തെ പിണറായി സർക്കാർ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഗവൺമെൻറ്റിൽ ഒരു അഴിമതിയും ഉണ്ടാവില്ല, ഇതിൽ ഒരു തരത്തിലുള്ള അവതാരങ്ങളും എന്നോടൊപ്പം ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് അവതാരങ്ങളെ നമ്മൾ കണ്ടു. ഇന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ആ സ്ഥാനം കിട്ടുവാൻ കാരണം അവരുടെ ഒരു പ്രസംഗമാണ്. ആടി ഉലയുന്ന കപ്പലിൽ അത് യാതൊരു തകരാറും ഉണ്ടാവില്ല, അതിനൊരു കപ്പിത്താനുണ്ട് എന്ന അവരുടെ പ്രസംഗമാണ് അവരെ നമ്മുടെ ടീച്ചറെ കെട്ടിച്ച് ഡൽഹിയിലേക്ക് അയച്ച് അവർക്ക് മന്ത്രിസ്ഥാനം ഉറപ്പാക്കിയിട്ടുള്ളത്, ശ്രമിച്ച് ആക്കിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മുടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. കമ്മ്യൂണിസ്റ്റുകാരന് വ്യക്തിപൂജ പാടില്ല എന്നാണ് പറയുന്നത്. ആ വ്യക്തിപൂജ പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തീരുമാനം. ഇന്ന് അദ്ദേഹം ഒരു ഹിറ്റ്ലർ ആവുകയാണ്. ആരായിരുന്നു ഹിറ്റ്ലർ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിക്കുണ്ടായ ഒരു വലിയ പരാജയം, ആ പരാജയത്തിൻ്റെ കാരണക്കാരൻ നാസികൾക്ക് അനുകൂലമായി ജൂതന്മാർ നിന്നില്ല എന്നതിൻ്റെ പേരിൽ ജൂതന്മാരെ ഒന്നിച്ച് കൊല ചെയ്യുന്ന, നിഷ്ഠൂരമായി ഇല്ലാതാക്കുന്ന നിലപാടെടുത്തൊരു വലിയ ഒരു ഏകാധിപതിയും സ്വേച്ഛാധിപതിയും ഹിറ്റ്ലർ. ആ ഹിറ്റ്ലറിനെ വാഴ്ത്തുന്ന പാട്ടുകളും ഹിറ്റ്ലറിനെ വാഴ്ത്തുന്ന കൃതികളുമൊക്കെ നമ്മളന്ന് കണ്ടതാണ്. ഇന്ന് ഇന്ദിരാഗാന്ധിയെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് എന്താ? ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞുകൊണ്ട് 20 പരിപാടിയുമായി അവർ മുന്നോട്ട് പോയപ്പോൾ ഇന്ദിരാഗാന്ധി വ്യക്തിപൂജ പ്രോത്സാഹിപ്പിക്കുന്നു, അതുകൊണ്ട് കോൺഗ്രസ് ചെയ്യുന്നത് ശരിയല്ല എന്ന്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ദൈവവിരോധം, മതനിരാസം, അതല്ലേ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുഖമുദ്ര. ഇന്ന് നിരാസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് സ്വയം ദൈവത്തെ സൃഷ്ടിക്കുകയാണ്. ആ ദൈവമായി പിണറായി അങ്ങ് വാഴ്ത്തുകയാണ്.
എന്തെല്ലാമാണ് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഫീനിക്സ് പക്ഷി എന്നാണ് പറയുന്നത്. ഫീനിക്സ് പക്ഷിയുടെ ചരിത്രം എന്താണ്? ചാരത്തിൽ നിന്നും അങ്ങ് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ജീവിയെയാണ് ഫിനിക്സ് പക്ഷി എന്ന് പറയുന്നത്. എന്നാൽ കേരളം മുഴുവനും മുച്ചൂടും ചാരമാക്കിയ സർവ്വ മേഖലകളിലും, തൊഴിലാളി മേഖലകളിൽ, അതുപോലെ ആരോഗ്യ മേഖലകളിൽ, അതുപോലെ വ്യവസായ മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, അങ്ങനെ എല്ലാ മേഖലകളിലും, കാർഷിക മേഖലയിൽ ഉൾപ്പെടെ എല്ലാ മേഖലയിലും ജനങ്ങളെ പൂർണ്ണമായും ചാരമാക്കിയ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് ഫീനിക്സ് പക്ഷി എന്ന് പറയുന്നത്. സ്വയം ചാരമായതല്ല, അദ്ദേഹം ചാരമാക്കിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങ് പറഞ്ഞത് കറക്റ്റാണ്. എന്തായിരുന്നു PJ ചെയ്ത തെറ്റ്? PJ ചെന്താരകം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ അത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. ചില ബോർഡുകൾ ചെന്താരകം എന്ന് പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിച്ച കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറിയായും അതുപോലെ അതിനുശേഷവും ഒക്കെ വന്ന പിണറായി വിജയൻ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, ഇന്നത്തെ പരിപാടിക്ക് ശേഷം ആദ്യം ചെയ്യേണ്ടത് P. ജയരാജനോട് സമസ്ത അപരാധങ്ങളും പൊറുക്കണമേ എന്ന് പറയുകയാണ് വേണ്ടത്. എനിക്കിവിടെ വളരെ വ്യക്തമായി പറയാനുള്ളത്, ഇത് ഒരു തമാശയായി നമുക്ക് കാണാൻ കഴിയൂ. ചിരിക്കണോ കരയണോ എന്ന് കേരളത്തിലെ തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഇന്നും വിശ്വസിക്കുന്ന ആളുകൾ ആലോചിക്കണം. ഇത് വലതുപക്ഷമല്ല, തീവ്ര വലതുപക്ഷക്കാർ പോലും ചെയ്യാൻ മടിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി, എന്നിട്ട് അദ്ദേഹം അതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക. എന്താ എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴക്കുമോ? നിങ്ങൾക്ക് അതിലെന്താ പ്രയാസം? ഈ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ തോന്നുമോ? കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിക്ക് ഇതുപോലെ സ്വയം പ്രഖ്യാപിത രാജാവായി മാറുക എന്ന് പറഞ്ഞാൽ ഇതിന് പരം എന്താണുള്ളത്? അദ്ദേഹത്തിന് എന്താണ് അഭിമാനിക്കാനുള്ളത്? കേരളത്തിലെ ഇന്ന് നമുക്കറിയാം, ഇന്ന് കടം നമ്മൾ എന്താ പറയുക, ആവശ്യത്തിൽ കൂടുതൽ കടം നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് പട്ടിണിയിലാവുന്ന അവസ്ഥയാണ്. കേരളത്തിൽ ഞാൻ കോഴിക്കോട് നിന്നാണ് നിൽക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് 6-7 ജില്ലകൾക്ക് ആശ്വാസമുള്ള മെഡിക്കൽ കോളേജിൽ മരുന്ന് വാങ്ങിയവർക്ക് 100-300 കോടി രൂപ കൊടുക്കാത്തതിന് പേരിൽ മരുന്ന് അവർ വിതരണം നിർത്തി. അവിടെ ആ പാവപ്പെട്ടവർക്ക് ചികിത്സ കിട്ടാത്ത അവസ്ഥയാണ്, മരുന്ന് കിട്ടാത്ത അവസ്ഥയാണ്. എന്നിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ജാഥ നടത്തിയതിൻ്റെ പേരിൽ 220 കോടി രൂപയ്ക്കാണ് അദ്ദേഹം ബോർഡുകൾ വെച്ചത്. അത് ഖജനാവിൽ നിന്നും 60 കോടി രൂപയാണ് അതിനുവേണ്ടി അദ്ദേഹം ഇതുവരെ ഓൾറെഡി ചെലവഴിച്ചിട്ടുള്ളത്. അപ്പം സ്വന്തം മുഖം അത് ഇല്ലാത്ത മിനുക്കൽ ഉണ്ടാക്കി ജനങ്ങൾക്ക് മുമ്പിൽ കബളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? സാധാരണ പെറ്റി ബൂർഷ പ്രയോഗങ്ങൾ നടത്തുന്നത് CPM-കാരാണ്. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ സ്വയം ബൂർഷയാവാൻ, സ്വയം പെറ്റി ബൂർഷയാവാൻ ആളുകളെ ഇറക്കി വിടുകയില്ലേ? ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട്. അതുകൊണ്ട് ജാഗ്രത എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഫയൽ നോക്കുവാൻ അമാന്തം കാണിച്ചാൽ അവനെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ എത്ര ദിവസമാണ് ഇന്ന് അദ്ദേഹത്തിന് വാഴ്ത്തപ്പാട്ട് പാടാൻ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ധനവകുപ്പിലെ ഒരു ചിത്രസേനൻ എന്ന് പറയുന്ന വ്യക്തി, ആ ചിത്രസേനൻ ഈ പാട്ട് എഴുതാൻ കാരണം എന്താ? അദ്ദേഹത്തിന് പിൻവാതിലൂടെ അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടണം. ആ പ്രൊമോഷൻ കിട്ടുമെന്ന് ഉറപ്പ് വന്നപ്പം അതിനു വേണ്ടി എന്തും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുരു എന്ന് പറയാൻ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് സ്റ്റാലിനാണ്. സ്റ്റാലിൻ ഓരോ ഘട്ടത്തിലും കൂട്ടക്കൊല നടത്തിയപ്പോഴും അദ്ദേഹത്തിന് ജനങ്ങൾ ഇങ്ങനെ വാഴ്ത്തിപ്പെടുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ക്രൂഷ്ചേവ് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ തുറന്നു പറഞ്ഞപ്പോൾ അവിടെയുള്ള പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചു, ക്രൂഷ്ചേവ് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്ന്. അപ്പോൾ ക്രൂഷ്ചേവ് പറഞ്ഞൊരു മറുപടി, ആ മറുപടിയാണ് ഇന്ന് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം അതിന് മറുപടി പറയാതെ നേരെ പോയി ഒരു തോക്കെടുത്ത് പത്രപ്രവർത്തകരെ നോക്കി ചൂണ്ടി. എല്ലാവരും മിണ്ടാതിരുന്നു. അപ്പോൾ അതിന് മറുപടി അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ തോക്ക് കാരണമാണ് ഞാനും മിണ്ടാതിരുന്നത്. അദ്ദേഹം ഈ തോക്ക് ഞാൻ അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്നെ വെച്ചേക്കുമായിരുന്നില്ല എന്നതാണ് അദ്ദേഹം വ്യംഗ്യമായി പറഞ്ഞ മറുപടി. ഇത് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എതിരായി മുഖ്യമന്ത്രിയുടെ ഈ ചെയ്തികൾ തുറന്ന് പറഞ്ഞ ഏതെങ്കിലും ചിത്രസേനന്മാർ വന്നാൽ അവൻ സർവീസിൽ ഉണ്ടാവില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഇതുപോലെ വാഴ്ത്തുപാട്ട് കൂടെ മുന്നോട്ട് പോകും. ഒരു കാര്യം പറയാം, മുഖം കേടായതിനെ കണ്ണാടി തല്ലിപ്പൊളിച്ച ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. മുഖം കേടായ പിണറായി വിജയനെ ഈ വാഴ്ത്തുപാട്ടല്ല, ഫീനിക്സ് പക്ഷിയല്ല, ഏത് പ്രയോഗം നടത്തിയാലും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ മുഖത്ത്
കാറി തുപ്പും എന്ന കാര്യം സംശയമില്ല. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്രയേറെ ജനസമ്പന്നനാണെങ്കിൽ, ഇത്രയേറെ ഫീനിക്സ് പക്ഷിയാണെങ്കിൽ ഒന്ന് പുറത്തിറങ്ങണം. പട്ടാളത്തിനെയും പോലീസുമില്ലാതെ തിരുവനന്തപുരത്തെ തെരുവോരങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങാൻ തയ്യാറാവണം. ജനങ്ങളുടെ മുഖത്ത് നോക്കി അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ തയ്യാറാവണം. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ ഇറങ്ങിയല്ലോ. നിങ്ങളൊന്ന് ഇറങ്ങണം. നിങ്ങൾക്ക് പേടിയാണ്, ജനങ്ങളെ പേടിയാണ്. നിങ്ങൾ നടത്തി വന്ന ക്രൂരത ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരു നോട്ടം നോക്കിയാൽ അതിൽ ചൂളിപ്പോകുന്ന ഒരു വ്യക്തിത്വം മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഭീരുവായ കേരളത്തിലെ മുഖ്യമന്ത്രി, കഴിവില്ലാത്ത കേരളത്തിലെ മുഖ്യമന്ത്രി, ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഭാരമായ ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ വാഴ്ത്തപ്പാട്ട് പാടി മുന്നോട്ട് പോയി എങ്കിൽ താങ്കളുടെ മുഖം നന്നാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കേണ്ട. ഇത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ആശ്വാസ്യമല്ല. ഇത് ഏറ്റവും വലിയ ഒരു ചക്രവർത്തിയായി സ്വയം മനഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന തീവ്ര വലതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക്, അല്ലെങ്കിൽ പല വലതുപക്ഷക്കാരുടെ അവസ്ഥയിലേക്ക് താങ്കൾ പോകുന്നത്. കമ്മ്യൂണിസം എന്ന് പറയുന്ന പേര് മാറ്റി CPM എന്ന പേര് മാറ്റി നിങ്ങൾ ഏറ്റവും വലിയ ബ്യൂറോക്രാറ്റായി അല്ലെങ്കിൽ ഏറ്റവും വലിയ ബൂർഷയായി അങ്ങ് മാറുന്നതായിരിക്കും അങ്ങക്ക് നല്ലത് എന്ന് മാത്രമാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയുവാനുള്ളത്. ശ്രീ ഹരിദാസ്, എന്തായാലും പിണറായി അറിഞ്ഞുകൊണ്ടുള്ള കലാപരിപാടിയാണ് ഇത്. ഈ കോപ്രായങ്ങളൊക്കെ പിണറായിക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അതിലെന്താ കുഴപ്പം എന്ന രീതിയിലാണ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. ശ്രീ ഹരിദാസ്, വാഴ്ത്തിപ്പാടാൻ വല്ലതുണ്ടോ? നിങ്ങളിവിടെ 2-3 പേര് പറഞ്ഞിട്ടുള്ള ഈ ചിത്രസേനൻ എന്ന് പറയുന്ന ആൾക്കൊരു പിൻവാതിൽ നിയമനത്തിൻ്റെ പേരിൽ അദ്ദേഹം എഴുതിയതാണ് ഇദ്ദേഹത്തെ പറ്റിയുള്ള സ്തുതിഗീതങ്ങൾ എന്നുള്ളതിൽ അങ്ങേയറ്റം വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതിപ്പോൾ ചിത്രസേനന് പിൻവാതിൽ നിയമനങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, PR ഏജൻസിയെ വെച്ചിട്ട് പത്രങ്ങൾക്ക് നൽകേണ്ട അഭിമുഖം പോലും തയ്യാറാക്കുന്ന, നിത്യനീദാന കാര്യങ്ങൾക്ക് പോലും PR ഏജൻസിയെ ആശ്രയിക്കുന്ന ഒരു പിണറായി വിജയനെ പറ്റി പുകഴ്ത്തിപ്പാടാൻ വേണ്ടിയിട്ട് ഈ ചിത്രസേനൻ അല്ലെങ്കിൽ 1000 ചിത്രസേനന്മാരുള്ള ഒരു കേരളത്തിലെ ഒരു പിൻവാതിൽ നിയമനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ തോക്കിനെ ഭയന്നിട്ടോ പിണറായിയുടെ മറ്റ് വാക്ശരങ്ങളെ ഭയന്നിട്ടോ അല്ല ഇത് എഴുതിയിരിക്കുന്നത്. കേരളത്തിൽ നമ്മൾ പറയില്ലേ, അടിമകളല്ലേ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ. 64 രൂപം കൊണ്ടൊരു പാർട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നില്ല എന്ന് വലിയൊരു അണികളെ നോക്കിയിട്ട് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചപ്പോൾ ആ ഇരിക്കുന്ന അത്രയും 10,000-ൽ പരം പേരും ആഹ്ലാദാരവങ്ങളോടെ കൈയടിച്ചൊരു സംസ്ഥാനമാണ് കേരളം എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. കപ്പിത്താനിൽ തുടങ്ങുന്ന ഉദയസൂര്യനും പാദസ്പർശമേറ്റ മണ്ണും കാരണഭൂതനും കടന്ന് ഫിനിക്സ് പക്ഷിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇവിടെ വലിയൊരു പരാജയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. ശ്രീ അനിൽ നമ്പ്യാർ, എന്താണെന്നറിയോ അത്? അതായത് 3ാം പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുന്ന ദിവസത്തേക്ക് ഇത്തരത്തിലൊരു പാട്ട് രചിച്ചു വച്ചിരിക്കുന്ന കേരളത്തിൽ ഒരു ഐക്യവുമില്ലാത്ത ഒരു ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ പ്രതിപക്ഷമായി ഇരിക്കുന്നതാണ് ഈ ഇത്തരമുള്ള അപച്യുതിക്ക് കാരണമെന്നും പ്രതിപക്ഷമില്ലാത്തിടത്ത് ഭരണപക്ഷം അഴിഞ്ഞാടുമെന്ന നെഹ്റുവിൻ്റെ വാക്കുകൾ 100% ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംസാരിച്ച കോൺഗ്രസിൻ്റെ വക്താവിനോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. 2016 മുതൽ 2021 വരെ കേരളം കണ്ട ഏറ്റവും ദുഷ്ഭരണം കാഴ്ചവെച്ച 1ാം പിണറായി സർക്കാരിനെ അധികാരത്തിൽ നിന്നിറക്കാൻ നിങ്ങൾക്കാകാത്തതിന് പോയതിന് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ എന്താണെന്നറിയോ? ഈ 3ാം പിണറായി വിജയൻ സർക്കാരിനെ കൂടി പേറേണ്ടി വരുമോ എന്ന് ഈ 64-കാരനായ ഞാനടക്കമുള്ളവർ ഭയക്കുന്നു എന്നൊരു വസ്തുത കൂടി നിങ്ങൾ ഇത്തരത്തിലുള്ള ചർച്ചയിൽ വന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കണം. എന്ത് ഐക്യമാണ് ഐക്യജനാധിപത്യ മുന്നണിയിലുള്ളത്? 16 അഭിപ്രായവും 7 മറ്റേ ഘടകകക്ഷികളുമായി മുൻപോട്ട് പോകുന്ന കോൺഗ്രസ് എന്ന പാർട്ടി നാളെ ഈ അധികാരം പിടിച്ചെടുത്ത് കേരളത്തിൽ ശാശ്വതമായ ഉമ്മൻചാണ്ടി ഭരിച്ചതുപോലുള്ള ഒരു ഭരണം കാഴ്ചവെക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നാത്ത വിധത്തിൽ പിണറായി വിജയൻ ഇവിടെ ഉയർന്നുവെങ്കിൽ, ഒരു ഫിനിക്സ് പക്ഷിയായി ഉയർന്നിട്ട് ഒരു പാട്ട് പാടേണ്ട സ്ഥിതിയിലേക്ക് എത്തിയെങ്കിൽ അതിലിവിടുത്തെ UDF എന്ന് പറയുന്ന പാർട്ടിക്കുള്ള പങ്കിനെ നിസ്സാരമായി കാണാൻ ശ്രീ അനിൽ നമ്പ്യാർ എനിക്കാവില്ല. നമ്മുടെ ഹിന്ദുക്കളുടെ, നമ്മുടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേർതിരിക്കുകയല്ല കേട്ടാ, ഒരു പാട്ടുണ്ട് കൗസല്യ സുപ്രജാരാമ. ഞാൻ ഗൾഫിൽ കുറച്ചു കാലം ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂമിലുള്ള എല്ലാവരും എന്നോട് കാലത്തത് വെക്കാൻ പറയും. അന്ന് കേസറ്റുള്ള സമയമാണ്. അവിടെ അതിൽ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. ആ പാട്ടിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന
കേരളത്തിൽ ഒരുപാട് ജനങ്ങളെ എനിക്കറിയാം. ആ പാട്ട് കേട്ട് ഉണർന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉന്മേഷമാണെന്ന് പറയുന്ന അന്യമതസ്ഥരായവരെ എനിക്കറിയാം. പക്ഷേ ഈ പാട്ടിനൊരു ദോഷമുണ്ട്. ഈ പാട്ട് രാവിലെ ഒരു കൃത്യസമയം കഴിഞ്ഞ് നട്ടുച്ചയ്ക്ക് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരോചകമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. കാരണം ആ പാട്ട് പാടേണ്ട സമയം അതല്ല. ഇപ്പം കേരളത്തിൽ പിണറായി വിജയനെ ഫിനിക്സ് പക്ഷിയായും കാരണഭൂതനായും തൊട്ടാൽ പൊള്ളുന്ന സൂര്യനായും ചിത്രീകരിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം ഈ MV ഗോവിന്ദൻ എന്ന് പറയുന്ന ഈ എറാൻ മൂളി മനസ്സിലാക്കേണ്ടതെന്നറിയോ? 112 കോടി രൂപയാണ് സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകിയ വകയിലെ പ്രധാന അധ്യാപകർക്ക് കിട്ടാനുള്ളത്. അവർ പറഞ്ഞു ഞങ്ങൾ ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ നിർത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. 58 കോടി രൂപ ജനകീയ ഹോട്ടൽ നടത്തിയവർക്ക് കൊടുക്കാനുണ്ട്. ഇവിടെ KSEBിയുടെ കരാറുകാർക്ക് കൊടുക്കാനുള്ളത് 1200 കോടിയാണ്. ഇവിടുത്തെ റോഡ് പണിക്കാർക്ക് കൊടുക്കാനുള്ളത് 8400 കോടി രൂപയാണ്. ഇവിടുത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങൾ 2-3 ആയിട്ടുണ്ട്. ഇവിടെ പിച്ചച്ചട്ടി എടുത്തിട്ട് ഒരു മറിയക്കുട്ടി ഇറങ്ങിയ ഈ സംസ്ഥാനത്ത് ഒരു 9 വർഷത്തെ ഭരണം കൊണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനം പോലും തുടങ്ങാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വ്യാവസായിക രംഗത്ത് 138 പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ 90 കടത്തിലാണ്. സംസ്ഥാന സർക്കാർ ഞങ്ങളുടെ നികുതി പണം കൊടുത്തിട്ടാണ് അവിടെ ശമ്പളം കൊടുക്കുന്നത് എന്നുള്ള അവസ്ഥയിലെ പിണറായി വിജയനെ പറ്റി പുകഴ്ത്തിപ്പാടുമ്പോൾ അത് ഏറ്റുപാടാൻ വേണ്ടിയിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നമ്മുടെ ശമ്പളം വാങ്ങിയിട്ട് ജോലി സമയത്ത് കുറേ പേരെ അണിനിരത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം മതപ്പതിച്ചു എന്ന് പറയുമ്പോൾ എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ ശ്രീ അനിൽ നമ്പ്യാർ. ഞാനിനി ഒരു ജന്മമുണ്ടെന്നൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇത്തരം ചർച്ചയിൽ ഇങ്ങനെ ചില വരികൾ പ്രയോഗിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ളൊരു കേരളത്തിലാകരുത് എന്നുള്ളൊരു ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ഞാനിന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് പ്രായമായവരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയണത് അതാണ്. എന്താണ് അവരൊക്കെ എന്നോട് ഒരു ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു UDFൻ്റെ ആൾക്കാരും എന്നോട് കണ്ടാൽ മിണ്ടുക കൂടിയില്ല. കാരണം എന്താ? സത്യം വിളിച്ചു പറയുന്ന ഒരു വ്യക്തി അവർക്ക് അനഭിമതനാണ്. ആയിക്കോട്ടെ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരാണ്. ആ ഇടതുപക്ഷ പ്രവർത്തകർക്ക് പോലും അരോചകമായി തോന്നുമാറ് നമ്മുടെ കൗസല്യ സുപ്രജാരാമ ഉച്ചയ്ക്ക് കേൾക്കുന്നത് പോലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ വിലക്കയറ്റം, അതിവിടെ ശ്രീ മുഹമ്മദ് നിയാസും പറഞ്ഞില്ല, മറ്റേ ശ്രീ ഷാജിയും പറഞ്ഞില്ല. ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത വിലക്കയറ്റം, ഇവിടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനമില്ലെന്ന് മാത്രമല്ല വില കൂട്ടില്ല എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ഈ ഫിനിക്സ് പക്ഷി വില കൂട്ടിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. അവിടെ 13 സാധനങ്ങൾക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ 6 സാധനം കിട്ടാത്ത അവസ്ഥ. വെള്ളുള്ളിക്ക് വില കൂടിയ ചർച്ച മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഒരു ചാനലിൽ ചർച്ച ചെയ്തപ്പോൾ ഒരു ഇടതുപക്ഷത്തിൻ്റെ ശക്തനായ പോരാളി പറഞ്ഞത് എന്താണെന്നറിയോ? സുഹൃത്തെ, വെള്ളുള്ളി കൃഷി ചെയ്യുന്നത് കേരളത്തിലല്ല, ഇതൊരു ഉപഭോക്തൃ സംസ്ഥാനമാണെന്ന് താങ്കൾ മനസ്സിലാക്കൂ. 320 രൂപയാണ് കർണാടകത്തിൽ വെള്ളുള്ളിക്ക് 1 കിലോയ്ക്ക്. അദ്ദേഹം പറയുന്നത് 80 രൂപ ആ കർണാടകത്തിൽ നിന്നും അത് കേരളത്തിലേക്ക് എത്താനുള്ള ചാർജാണ് എന്ന് മനസ്സിലാക്കുന്ന, അതായത് 1 കിലോ വെള്ളുള്ളിക്ക് 80 രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുമെന്ന് ധരിക്കുന്ന കുറെ ഘടക കക്ഷികളെയും പേറിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ശ്രീ പിണറായി വിജയൻ അങ്ങേ സ്റ്റേജിലൊക്കെ വരുമ്പോൾ അങ്ങേയറ്റം വിഷമം തോന്നുന്നുണ്ട്. അങ്ങക്ക് പ്രായാധിക്യം കൊണ്ട്, അങ്ങക്ക് അങ്ങേയറ്റം ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് അങ്ങക്ക് കൃത്യമായ ഒരു ചലനം. കാരണം ഒരു കാര്യം മനസ്സിലാക്കണം, വാജ്പേയി എന്ന് പറയുന്ന മഹാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നടത്തത്തെയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെയും അങ്ങേയറ്റം വിമർശിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം എന്നിരിക്കെ അങ്ങയുടെ ശാരീരിക സ്ഥിതി പരാജയമാണ്. ഒരു മുഖ്യമന്ത്രിയായിരിക്കാൻ അങ്ങക്ക് യാതൊരു വിധത്തിലും ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ പറയട്ടെ, അങ്ങ് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പാടിപ്പുകഴ്ത്തലുകളിൽ ആനന്ദം കണ്ടെത്തരുത്. കാരണം അത്തരത്തിൽ പാടിപ്പുകഴ്ത്താൻ പറ്റിയുന്ന ഒരു അന്തരീക്ഷത്തിലല്ല കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ജീവിക്കുന്നത് എന്നെങ്കിലും അങ്ങ് മനസ്സിലാക്കണം. അങ്ങ് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട് എന്നുള്ള ഒരൊറ്റ ധാരണ കൊണ്ട്, അല്ലെങ്കിൽ ഒരേ ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചാൽ മതി, ഇത്തരത്തിലൊരു പാട്ട് പാടേണ്ട സ്ഥിതിയിലേക്ക് ഈ സംസ്ഥാന സർക്കാരിനെ എന്ത് മുൻപോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ മുഖ്യമന്ത്രി എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ ഈ പാർട്ടിയിൽ ആരുമില്ലാതെ പോയതിൻ്റെ അനന്തരഫലമാണ് രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കുഞ്ഞുകുട്ടി ഇല്ലല്ലോ എന്നുള്ള ബുദ്ധിമുട്ടും കൂടി പറയുമ്പോൾ തന്നെ പറയട്ടെ, ശ്രീ അനിൽ നമ്പ്യാർ, നമ്മൾ പോകാൻ പോകുന്നത് 2026 തെരഞ്ഞെടുപ്പിൽ മിക്കതും എൻ്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് ഇത് പാടിപ്പുകഴ്ത്താനുള്ള പാട്ടുകൾ ഇനി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് ഞാൻ അവസാനിക്കുകയാണ്. ഒന്നുകിൽ കേൾക്കുന്നവന് ഉളുപ്പ് വേണം, അല്ലെങ്കിൽ പാടുന്നവർക്ക് ഉളുപ്പ് വേണം. ഇത് രണ്ടുമില്ലാത്ത ഒരു സാഹചര്യത്തിലെ നമ്മൾ ഇതൊക്കെ അനുഭവിക്കാനേ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും പാർട്ടിക്കാർ
എല്ലാവരും ഇതൊന്നും അങ്ങ് നെഞ്ചിലേറ്റുന്നില്ല, ഇതൊന്നും സ്വീകരിക്കുന്നില്ല. പാർട്ടിക്കാരിൽ ചിലർ തന്നെ പറഞ്ഞത് എന്തൊരു നാണക്കേടാണ് എന്നാണ്. അതാണ് യാഥാർത്ഥ്യം. ശ്രീജിത്ത് പണിക്കർ കൂടി ചേരുന്നു. ശ്രീജിത്തെ, സമര ധീര സാരഥി പിണറായി വിജയൻ, പടയുടെ നടുവിൽ പടനായകൻ, പിന്നെ ഒന്ന് രണ്ട് വരികളുണ്ട്, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. പണിയെടുത്ത് ഭക്ഷണത്തിനായി പൊരുതും അച്ഛനെ തഴുകിയ കരങ്ങളിൽ ഭരണചക്രമായിതാ. ശ്രീജിത്ത്, കാരണഭൂതൻ കൈകൊട്ടിക്കളി നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ സംഘഗാനം അതുകൂടി അദ്ദേഹം ആസ്വദിച്ചിരിക്കുന്നു. അദ്ദേഹം ആഹ്ലാദഭരിതനാണ്. മാത്രമല്ല ചിത്രസേനൻ കവി, അദ്ദേഹം വിരമിച്ച ശേഷം വീണ്ടും സർവീസിൽ കയറിപ്പറ്റിയ ആളാണ് പിൻവാതിലിലൂടെ. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം ഇതാണ്. ശ്രീത്തെ, എങ്ങനെ നോക്കിക്കാണുന്നു ഈ വാഴ്ത്തുപാട്ടിനെ? ശ്രീ അനിൽ, ഇതിലൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ കുറേയധികം കലാരൂപങ്ങളെ അദ്ദേഹം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആദ്യം അത് തിരുവാതിരയായിരുന്നുവെങ്കിൽ അത് ഇപ്പോൾ ഒരു സംഘഗാനമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇതേപോലെയുള്ള വാഴ്ത്തുപാട്ട് വരാതിരുന്നാൽ മതി. ചവിട്ട് നാടകമൊക്കെ ആവാം. ചവിട്ട് നാടകത്തിൽ വരാം. അങ്ങനെയുള്ള നിരവധി കലാരൂപങ്ങളുണ്ടല്ലോ. അത്തരത്തിലുള്ള കലാരൂപങ്ങളിൽ പ്രത്യേകിച്ച് അന്യം നിന്നു പോകുന്ന കലാരൂപങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെയൊക്കെ മാസ്റ്റർ ബ്രെയിനായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരോടുള്ള എൻ്റെ അപേക്ഷ, കേരളത്തിൽ അന്യം നിന്നു പോകുന്ന അല്ലെങ്കിൽ ഇനി പിന്തുടരാനായിട്ട് ആൾക്കാരില്ല എന്ന് വന്നു നിൽക്കുന്ന ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള കലാരൂപങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിനെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അതിനു വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ശൈലികൾ ചമച്ച് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ചിട്ടവട്ടങ്ങളുമായിട്ട് അതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ രണ്ട് രീതിയിലാണ് ശ്രദ്ധയുണ്ടാവുക. ആ കലയ്ക്കും ഒരു ഒരു വിസിബിലിറ്റി അതിൽ നിന്നുണ്ടാകും. കാരണം നമുക്കറിയാം, ഇന്ന് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള തിരുവാതിര പാട്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺവെൻഷനലായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ഈ യുവജനോത്സവത്തിലൊക്കെ ആൾക്കാർ മത്സരിക്കാനായിട്ട് പ്ലേ ചെയ്യുന്ന പാട്ടുകളൊന്നുമല്ല. പകരം ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ എന്ന് പറയുന്ന പാട്ടാണ്. അത്രത്തോളം വ്യാപകമായിട്ടുള്ള പ്രചരണം കിട്ടി. ഇനി ഇതിന്റെ വസ്തുതകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ വ്യക്തിപൂജയ്ക്ക് സ്ഥാനമില്ല എന്ന് അവര് പണ്ട് മുതൽ തന്നെ പറയുന്നതാണ്. അതിൽ പല ആൾക്കാരെയും അതിൽ ആ ഒരു ചട്ടത്തിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കീഴ്വഴക്കത്തിനെ ലംഘിച്ചുകൊണ്ട് പല ആൾക്കാരെയും ഹീറോ ആക്കുന്ന, ദൈവമാക്കുന്ന രീതിയിലേക്കുള്ള പ്രവൃത്തികളൊക്കെ തന്നെ വരുന്ന സമയത്ത്, ദൈവമാക്കേണ്ട ഹീറോ ആക്കുന്ന സമയത്ത് പോലും അതിനെതിരെ പ്രതികരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതിന് പ്രധാനമായിട്ട് കാരണങ്ങളായിട്ട് നമ്മൾ തന്നെ ഇതിലുള്ള ലീഡർഷിപ്പിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഇതൊരു വ്യക്തിയുടേതായിട്ടുള്ള എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു നേട്ടമല്ല, പേഴ്സൺ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല പാർട്ടിയിൽ നടക്കുന്നത്. അത് പാർട്ടി തലത്തിലാണെങ്കിലും ഭരണത്തിലിരിക്കുന്ന സമയത്താണെങ്കിലും മറിച്ച് ഇതൊരു കൂട്ടായ്മയാണ്. ഒരു തീരുമാനമെടുക്കുന്നത് കൂട്ടായ്മയാണ്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഒരു വ്യക്തി എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ മാത്രമായിട്ടുള്ള തീരുമാനങ്ങൾ അവിടെ ഏകപക്ഷീയമായിട്ട് നടപ്പാക്കുകയല്ല. മറ്റു പല പാർട്ടികളിലും അങ്ങനെ അല്ല എന്നുള്ളത് നമുക്കറിയാം. വ്യക്തി കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പാർട്ടിയുടെയോ സർക്കാരിന്റെയോ ഒരു തീരുമാനത്തിനും ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ക്രെഡിറ്റ് നൽകുന്നത് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് CPM-നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ P. ജയരാജൻ കണ്ണൂരിന്റെ ചെന്താരകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ പ്രകീർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ജയരാജൻ ആർമി ഉണ്ടായിരുന്നു, PJ ആർമി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അതല്ലെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ പല ആൾക്കാരും P. കൃഷ്ണപിള്ളയ്ക്ക് തുല്യനായിട്ട് കരുതിയിരുന്ന സമയത്ത് ഒക്കെ തന്നെ ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള പല നേതാക്കന്മാരും ആ പ്രവൃത്തി തെറ്റാണ്, തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കരുത് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ്. പക്ഷേ ശ്രീ പിണറായി വിജയൻ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത്, അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് പണ്ടുള്ള നാടുവാഴി തമ്പുരാന്മാരടക്കം എങ്ങനെയാണോ പെരുമാറിയിരുന്നത് ആ നിലയ്ക്ക് പെരുമാറുന്ന ഒരു രീതിയിലത്തേക്ക് അദ്ദേഹം ഇന്നത്തെ ജനാധിപത്യ ക്രമത്തിനെ കൊണ്ടുപോയി എത്തിച്ചു എന്നതാണ് കാണേണ്ടത്. അതല്ല എങ്കിൽ മുമ്പ് ഈ കാരണഭൂതൻ തിരുവാതിര വരികയും അത് വളരെ വ്യാപകമായിട്ട് വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ ഇനിമേലിൽ ഇങ്ങനെയുള്ള കസർത്തുകൾക്ക് നമ്മൾ ആരും പോകാൻ പാടില്ല എന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കണമായിരുന്നു. ഇനി ഇത് അദ്ദേഹം അറിയാതെയോ കേൾക്കാതെയോ അല്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ചില കമന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ എല്ലാ കാലത്തും വളരെ വലിയ രീതിയിലത്തേക്കുള്ള വിമർശനങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രശംസ വന്നാൽ പോലും അത് പല ആൾക്കാർക്കും ഗുരുതരമായിട്ടുള്ള ഹൃദയവേദന ഉണ്ടാക്കും എന്ന് തനിക്കറിയാം എന്ന രീതിയിലത്തേക്കുള്ള പ്രതികരണമൊക്കെ തന്നെ അവിടെ വരുന്നത് നമ്മൾ കണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശംസയാവാം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതേ സ്വാതന്ത്ര്യം എന്തുകൊണ്ടാണ് P. ജയരാജന് നൽകാത്തത്? P. ജയരാജനെ എത്രയോ ആൾക്കാർ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയരാജനും ഒരല്പം പ്രശംസയൊക്കെ ആകാം എന്നില്ലേ? അതോ തനിക്ക് മാത്രമേ ആകാൻ പാടുള്ളൂ എന്നാണോ?
അപ്പം ഞാൻ പറഞ്ഞതുപോലെ പണ്ടത്തെ നാടുവാഴി തമ്പുരാന്മാരെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലത്തേക്ക് രാജാവിനെ പ്രകീർത്തിച്ചിട്ട് ഒരു കാവ്യം ചമച്ചിട്ട് അത് രാജാവിന്റെ മുന്നിൽ നിന്ന് അദ്ദേഹം ഇരിക്കെ അവിടെ ആസ്വദിച്ച് അദ്ദേഹത്തെ സുഖിപ്പിച്ചാൽ ഉടനെ തന്നെ പട്ടും വളയും കിട്ടുക, അല്ലെങ്കിൽ ഒരു പണക്കിഴി കിട്ടുക, അല്ലെങ്കിൽ കഴുത്തിൽ കിടക്കുന്ന ഒരു രത്നം പതിച്ച മാല ഊരി കൊടുക്കുക തുടങ്ങിയ രീതിയിലത്തേക്കുള്ള ധന അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്ന കവിത്വമുള്ള ആൾക്കാരുമുണ്ട്, അതല്ലാത്ത ആൾക്കാരുമുണ്ട്. ഇവരൊക്കെ തന്നെ കാവ്യങ്ങൾ ചമച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ജനാധിപത്യ ക്രമത്തിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ തന്നെ എന്നോ മൺമറഞ്ഞു പോയ കാര്യമാണ്. ഇനി അതിനൊന്നും യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല എന്ന് പറയുമ്പോഴാണ് ഈ കാരണഭൂതൻ 1 തിരുവാതിരയും കാരണഭൂതൻ 2 എന്ന് വിശേഷിപ്പിക്കാവുന്ന കാവലാളും ഒക്കെ തന്നെ ഇവിടെ വരുന്നത്. ഇതിനിടയ്ക്ക് വേറെയും ചില കാര്യങ്ങൾ വന്നു പോയിരുന്നു. ഈ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് വരുന്ന സമയത്ത് മറ്റുള്ളവരെ കരിച്ചു കളയുന്ന സൂര്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വന്നിരുന്നു. അതേപോലെ തന്നെ സർക്കാരിന്റെ തന്നെ പല സ്കീമുകളെയും ഒക്കെ തന്നെ പ്രകീർത്തിക്കുന്ന ആൾക്കാരെ കണ്ടിരുന്നു. ഇപ്പൊ കേരളയിലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ കവിത എഴുതുന്ന ആൾക്കാർ, അവരൊക്കെ തന്നെ പിന്നീട് എന്ത് തരത്തിലുള്ള ബഹുമതികളാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പ്ലേസ്മെന്റ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. അതേ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കവിത എഴുതിയിരിക്കുന്ന ചിത്രസേനൻ എന്ന വ്യക്തിക്കും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ മെസ്സഞ്ചർ പദവിയിലേക്ക് അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കത്ത് അയക്കുന്നു. പക്ഷെ ആ കത്ത് അയച്ചവിടെ കിട്ടുന്നതിന്റെ തലേ ദിവസം തന്നെ ഈ നിയമനം അദ്ദേഹം എന്താണോ ചോദിച്ചത് അത് തന്നെ കൊടുക്കുന്നു. അദ്ദേഹം 22 വർഷത്തെ സർവീസിനോ മറ്റോ ശേഷം റിട്ടയർ ആയിരിക്കുന്ന ആളാണ്, സാമ്പത്തിക സ്ഥിതിയിലെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്ന കാര്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ ഈ പറയുന്ന അഭീഷ്ടവരദായകൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലത്തേക്ക് ഈ ഒരു സംവിധാനം മൊത്തത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ആൾക്കാർ ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം പറയുന്നത് പോലെ ഞാനിത് കേട്ടിട്ടില്ല, ഇത് എഴുതിയത് ആരാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും? ശ്രീ അനിലിന് താങ്കൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ, പ്രത്യേകിച്ച് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഏതൊരു ചടങ്ങിലും ഔദ്യോഗികമായിക്കോട്ടെ പാർട്ടിയുടേതായിക്കോട്ടെ സ്വകാര്യ ചടങ്ങായിക്കോട്ടെ പങ്കെടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഓഡിറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെ കരിങ്കൊടിയൊക്കെ തന്നെ കാണിക്കാനായിട്ട് ആൾക്കാർ തുടങ്ങിയ സമയത്തേക്ക് അത് വളരെ ഫേം ആക്കിയിട്ട് അത് നടപ്പാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഏത് സമയത്താണ് അദ്ദേഹം എത്തുന്നത്, അവിടെ എന്താണ് നടക്കുക, അതിനുശേഷം എത്ര സമയമുണ്ടാകും, അദ്ദേഹം എത്ര സമയം അവിടെ ഇരിക്കണം, ആരൊക്കെ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്, എന്താണ് അവിടുത്തെ ഒരു സീക്വൻസ്, ഒരു പരിപാടിയുടെ സീക്വൻസ് എന്താണ് എന്നതിനെ പറ്റി വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്. അതിന്റെ ഫുൾ അറേഞ്ച്മെന്റ് കൃത്യമായിട്ട് അറിയുക, ഒരുപക്ഷെ അതിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്താണ് എന്നത് നോക്കിയൊക്കെ തന്നെ സെക്യൂരിറ്റി ഓഡിറ്റ് ക്ലിയറൻസ് നൽകുന്ന ആൾക്കാരുണ്ട്. ആ സമയത്താണ് മുഖ്യമന്ത്രി ഏത് സമയത്ത് അവിടെ വരണം, ആ സമയത്താണ് അവിടെ പാട്ട് വരേണ്ടത് എങ്കിൽ ഏത് പാട്ടാണ്, എന്താണ്, ഇതെല്ലാം തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം നമ്മൾ കാണുന്നത് എന്താണ്, ഈ പാട്ട് അവിടെ പാടുന്നു, പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ പ്രവേശിക്കുന്നു. സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു റോയൽ എൻട്രി അദ്ദേഹത്തിന് കിട്ടുന്നു. അദ്ദേഹം പതുക്കെ അവിടെ നടന്നു ചെന്ന് ആ വേദിയിലിരിക്കുന്നു. ആ വേദിയിലിരിക്കുന്ന സമയത്ത് ആ പാട്ട് ഇങ്ങനെ പുരോഗമിക്കുക. എന്നിട്ട് അതിൽ തന്നെ മറ്റാരെയും പ്രകീർത്തിക്കുന്നു എന്ന് തോന്നിക്കാതെ അദ്ദേഹത്തിനെ തന്നെയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട്. ആ പേര് ഉൾപ്പെടുത്തിയത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിണറായി വിജയൻ എന്നുള്ള പേര് അതിൽ പറയുന്നത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ പറയുന്ന പല അപദാനങ്ങളും അദ്ദേഹത്തെക്കുറിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിനെ കുറിച്ച് തന്നെയാണ് എന്ന് ആവർത്തിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ എന്നുള്ള പേര് പോലും അതിൽ പറയുന്നുണ്ട്. അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദിയിലെത്തിയതിനു ശേഷം മറ്റൊരു പരിപാടിയും ഇല്ലാതെ ഈ പാട്ട് നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഒരു ചെറിയ കുട്ടി എങ്ങനെയാണ് അനുസരണയോടെ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ അതേപോലെ ഇരുന്ന് ഈ പാട്ട് മുഴുവൻ കേട്ട് ആസ്വദിച്ചതിന് ശേഷമാണ് ആ ചടങ്ങിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. നമ്മൾ ഒരു ചടങ്ങ് ഔദ്യോഗികമായിട്ട് നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ആ ചടങ്ങിൽ ഒരുപക്ഷെ ഉദ്ഘാടനത്തിന്റെ കാര്യത്തിലാകാം, വിളക്ക് തെളിയിക്കുന്ന കാര്യത്തിലാകാം, അതല്ല എങ്കിൽ അവിടെ ഒരു അവതാരകന്റെ സംസാരത്തിലാകാം, അവിടെയുള്ള പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന അതൃപ്തി, അവിടുത്തെ ഔചിത്യബോധം തീരെയില്ലാതെ അതേ സമയത്ത് പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് ശ്രീ പിണറായി വിജയൻ. ഒരു അവതാരക അവരുടെ മാന്യമായ രീതിയിൽ അവർ നിയോഗിക്കപ്പെട്ട ജോലി എന്താണോ അതിനനുസരിച്ച് സംസാരിക്കുന്ന സമയത്ത് അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട കേട്ടോ എന്ന് പരസ്യമായിട്ടൊരു വേദിയിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ആളിന് അമ്മാതിരി വാഴ്ത്തുപാട്ടൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാൻ തോന്നാഞ്ഞത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അത് ആസ്വദിക്കുന്നുണ്ട്. അത് അനവസരത്തിലുള്ളതാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല, അതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇന്നേ വരെ എന്തൊക്കെയാണോ ഇവർ പറഞ്ഞു വന്നത് അതിനെല്ലാം തന്നെ ഘടകവിരുദ്ധമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുവെന്ന് തോന്നുന്നു. ഇനി ഞാനിതിൽ പറഞ്ഞില്ലേ ചില കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു വാദത്തിന് മുഖ്യമന്ത്രി തന്നെ പറയുന്ന രീതിയിലത്തേക്ക് നമുക്ക് അത്യന്തം ഹൃദയവേദന ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ചുള്ള പ്രശംസയൊന്നും തന്നെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ശരിയാണെന്ന് കരുതിക്കോളൂ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് മാത്രമാണോ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല? അതിൽ ആ കാര്യങ്ങൾ അവിടെ ചൊല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, പിണറായി വിജയൻ എന്നുള്ള പേര് ആവർത്തിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ് എന്നവർ ഉറപ്പുവരുത്തുകയാണ്. അതിൽ വന്നിരിക്കുന്ന ഒരു വരിയാണ്,
രണ്ട് വരികൾ ഇങ്ങനെയാണ്: പാടവും പറമ്പു കേരമൊക്കെയും പടക്കളം, ജന്മിവാഴ്ചയെ തകർത്തു തൊഴിലിടങ്ങളാക്കിയോൻ. ഏത് ജന്മിവാഴ്ചയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഭരണാധികാരി ഇല്ലാതെയാക്കിയത്? ജന്മിവാഴ്ചയെ ഇല്ലാതെയാക്കി, എന്നിട്ട് അവിടെ തകർത്ത് തൊഴിലിടങ്ങളാക്കി എന്നാണ് പറയുന്നത്. അതെന്നാണെന്ന് എനിക്കറിയില്ല. രേഖപ്പെടുത്തപ്പെട്ട കേരള ചരിത്രത്തിൽ ആ രീതിയിലത്തേക്കുള്ള ജന്മിവാഴ്ചയ്ക്ക് ഇല്ലാതെയാക്കിയ നേതാവ് പിണറായി വിജയനാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഞാനിത് പറയുന്നതിന് കാരണം ഇവിടെ ജന്മിവാഴ്ചയ്ക്കെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സമരങ്ങളുണ്ട്, നവോത്ഥാന പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പലതിൻ്റെയും പിതൃത്വം ഏറ്റെടുക്കാൻ പല സമയത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിലോ അതല്ല എങ്കിൽ നമ്മുടെ രാജ്യത്തോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നടന്നിരുന്ന പല സമരങ്ങളുടെയും പിതൃത്വം ഏറ്റെടുക്കാൻ പോലും ഇവിടുത്തെ പല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. ഇനി അഥവാ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ആൾക്കാർ നടത്തിയിരിക്കുന്ന എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു സോഷ്യൽ റിഫർമേഷൻ ആണ് എങ്കിൽ അത് കൂട്ടായിട്ട് ആ പാർട്ടിക്ക് കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ അതിന് നെടുനായകത്വം വഹിച്ച ആൾക്കാർക്ക് കൊടുക്കേണ്ടുന്ന പദവിയോ ആണ്. ആ ആദരവ് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ പറയുന്നത് ജന്മിവാഴ്ചയെ തകർത്ത് തൊഴിലിടങ്ങളാക്കിയോൻ പിണറായി വിജയനാണ് എന്ന് ധ്വനി എന്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത്? അതേപോലെ തന്നെ അതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉരുൾപൊട്ടലിനെ പറ്റി പറയുന്നുണ്ട്. അത് പല പ്രകൃതി ദുരന്തങ്ങൾ, പ്രളയം, നിപ്പ, കൊറോണ, ഇതെല്ലാം പറയുന്നതിനൊപ്പം തന്നെ ഏറ്റവും അവസാനം നടന്നിരിക്കുന്ന ഉരുൾപൊട്ടലിനെ പറ്റി പറയുന്നുണ്ട്. എന്നിട്ട് അതിൽ പറയുന്ന ഒരു വരിയാണ്: ഒരു വീട്ടിൽ അച്ഛൻ മക്കളെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ നമ്മളെയൊക്കെ സംരക്ഷിച്ചു പോരുന്ന മുഖ്യമന്ത്രിയാണ് എന്ന്. ഈ ഉരുൾപൊട്ടൽ മാത്രം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് ഒരു കേസ് പോകുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനോട് ഈ ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യം ഓർമ്മയില്ലേ? നിങ്ങളുടെ ദുരിതാശ്വാസ നിധിയിൽ കുറെ പൈസ ഉണ്ടല്ലോ, ആ കയ്യിലുള്ള പൈസ ചെലവഴിക്കാതെ നിങ്ങൾ എന്തിനാണ് കേന്ദ്രം പണം തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ കയ്യിലുള്ള പണം ചെലവഴിക്കാൻ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്താണ്. അപ്പൊ നമ്മളെ ഒരു അച്ഛൻ വീട്ടിൽ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കുന്ന ആളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഏതൊരു ഉത്തരവാദിത്ത ബോധമുള്ള സ്നേഹനിധിയായിട്ടുള്ള ഒരു അച്ഛനും ചെയ്യേണ്ടത് ആ കയ്യിലിരിക്കുന്ന പണം അപ്പോൾ ചെലവഴിക്കുക. ബാക്കി കാര്യം ബാക്കി, നാളത്തെ കാര്യം നാളെ. ഇനി പണം കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടാം. പക്ഷേ അല്ല, ഞാൻ പറയുന്നത് ഹസ്കറിനെ പോലുള്ള ആൾക്കാർക്ക് വ്യക്തിപൂജ ഇഷ്ടമുള്ള ആൾക്കാരല്ല. പക്ഷേ അങ്ങനെ വ്യക്തിപൂജയെ ന്യായീകരിക്കേണ്ടി വരുന്ന കാരണഭൂതൻ തിരുവാതിരയോ കെ സൂര്യൻ ഗാനത്തെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കാവലാൽ ഗാനത്തിനെയോ ഒക്കെ ന്യായീകരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് ശ്രീ ഹസ്കർ പോലും എത്തുന്ന സമയത്ത് സത്യത്തിൽ എനിക്കിതിൽ ആനന്ദമില്ല. എനിക്കിതിൽ തോന്നുന്നത് സഹതാപമാണ്. എനിക്കത് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു നിരപരാധിത്വം അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥയെ പറ്റി ഓർത്തിട്ടാണ്. ഇതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ കൊറോണ നിപ്പയൊക്കവേ തകർത്തെറിഞ്ഞ് നാടിതേ എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ, ദോഷം പറയരുതല്ലോ. നല്ല രീതിയിൽ അത് ട്യൂൺ ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ആ കവി കൊള്ളാം, ട്യൂൺ ചെയ്തിരിക്കുന്നത് കൊള്ളാം, അത് പാടിയിരിക്കുന്നത് കൊള്ളാം, അതൊക്കെ നല്ല രസമാണ് കേൾക്കുമ്പോൾ. പക്ഷേ വസ്തുതാപരമാണോ എന്നുള്ളതാണ് പ്രശ്നം. കൊറോണയൊക്കെ തകർത്തെറിഞ്ഞ് നാടിതേ എന്ന് ഇപ്പോഴും നമ്മൾ പാടി പറയുകയാണ്. കൊറോണയുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്ര കഴിഞ്ഞാൽ അത് കേരളമാണ്. എന്നിട്ട് ആദ്യകാലത്തെല്ലാം തന്നെ നമ്മൾ അണ്ടർ റിപ്പോർട്ട് ചെയ്തു, കണക്കുകൾ മറച്ചു വെച്ചു എന്ന് സർക്കാർ തന്നെ നിയോഗിച്ച പല ആൾക്കാരും തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഇന്ന് വന്നിട്ട് കൊറോണയെ തകർത്തെടിഞ്ഞ നാട് കേരളമാണ് എന്ന രീതിയിലത്തേക്ക് ഒരാൾ പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പിണറായി ഭക്തി എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അത് ട്യൂൺ ചെയ്യുന്ന ആൾക്കാർക്കോ അത് പാടുന്ന ആൾക്കാർക്കോ അതിന് സങ്കോചം തോന്നുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതൊക്കെ തന്നെ കേട്ടുകൊണ്ട് അഭിരമിച്ചുകൊണ്ട് അദ്ദേഹവും അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, കവി ചിത്രസേനൻ ഇവിടെ പറയുന്നത് ഒരു കോഴി മുട്ടയിടുന്ന രീതിയിലാണ് താൻ കവിത എഴുതുന്നത് എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു കോഴി മുട്ടയിടുന്ന ലാഘവത്തോടു കൂടി അദ്ദേഹം അത് ഇടുകയും ഒരു ബുൾസൈ കഴിക്കുന്ന ലാഘവത്തോടു കൂടി ആൾക്കാരത് പാടുകയും ചെയ്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കിത് കേൾക്കുന്ന സമയത്ത് ഒരു ചീമുട്ട കഴിച്ച പോലത്തെ ഒരു ഫീലാണ് വരുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ പ്രൈസ് ചെയ്യണമെങ്കിൽ പ്രൈസ് ചെയ്തോളൂ, അത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രൈസ് ചെയ്തു. പക്ഷെ അതല്ലാതെ മറ്റു കാര്യങ്ങൾ, മറ്റുള്ള ആൾക്കാരുടെ നേട്ടങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, അങ്ങനെ ഒരു പൊതു ചരിത്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇത് കാരണഭൂതൻ തിരുവാതിര വന്നപ്പോൾ അതിനെ വിമർശിച്ചിരുന്ന, അത് പാർട്ടിക്ക് നാണക്കേടാക്കി എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായം പ്രകടിപ്പിച്ച ആൾക്കാർ പോലും ഇപ്പൊ നോക്കുന്ന സമയത്ത് ഇതൊന്നും തന്നെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കാരണഭൂതൻ 2 എന്ന് വിളിക്കാവുന്ന മറ്റൊരു പാട്ട് വരുന്നു. ഇനി ഇതിനെ ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഒരു കാരണഭൂതൻ 3 ഉണ്ടായേക്കാം. പക്ഷെ എൻ്റെ ഒരൊറ്റ റിക്വസ്റ്റ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തിരുവാതിരയിലാണ് തുടങ്ങിയത് എങ്കിൽ അതിപ്പോൾ വന്ന് നിൽക്കുന്നത് സംഘഗാനത്തിലാണ് എങ്കിൽ അടുത്തതൊരു ചവിട്ട് നാടകമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കലാരൂപമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ കലാരൂപത്തിന് കൂടി ഒരു നമ്മൾ പറയുന്ന ഒരു മാർക്കറ്റിംഗ് ആയി മാറും എന്ന രീതിയിലത്തേക്ക് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, അഡ്വക്കേറ്റ് ഹസ്കർ, ഈ പാടിയതിന് യാഥാർത്ഥ്യവുമായിട്ട് കുലബന്ധം എങ്കിലും ഉണ്ടോ?
അനന്തരം ഇതിനെ രണ്ടു തരത്തിൽ സമീപിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഒന്നാമതായി, ഒരു കവിയുടെ മനോനിലയ്ക്കനുസരിച്ച്, ഒരു കവിയുടെ കവിത്വത്തിനനുസരിച്ച് ഒരു കവി തന്റെ ഭാവനാവിലാസത്തിൽ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കവിത, ഒരു രചന, ആ രചനയുടെ ഭാഗമായി കാണുക എന്നുള്ളതാണ് പ്രധാനമായി ചെയ്യേണ്ടത്. അത് ആ കവിയുടെ മാത്രം സ്വാതന്ത്ര്യത്തെ, ആ സ്വാതന്ത്ര്യത്തിന്മേൽ നിരൂപക വേഷമണിഞ്ഞ് നാം ഇങ്ങനെ വിമർശിക്കുന്നത് എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ ആ കവിത നിരൂപണത്തിന് വിധേയമാകേണ്ടതുണ്ടോ അല്ലെങ്കിൽ വിധേയമാകാൻ പാടില്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം. ഇതിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, അതിൽ യാതൊരു തരത്തിലും ഒരു കവിത ആസ്വാദകൻ എന്ന നിലയിൽ, കവിതകൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളെന്ന നിലയിൽ സ്വാഭാവികമായും അതിൽ യാതൊരു തരത്തിലുള്ള കവിത്വവുമില്ല, ആ വരികളിൽ യാതൊരു തരത്തിലുമുള്ള എന്റെ സെൻസിബിലിറ്റിയുടെ പ്രശ്നമാവാം, ഒരുപക്ഷെ എനിക്കത് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം. രണ്ടാമതൊരു പ്രശ്നം ഉള്ളത്, നിങ്ങൾ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് പിണറായി വിജയനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറുപക്ഷത്ത് സഖാവ് പിണറായി വിജയനെ പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം മറ്റുള്ളവർക്കുണ്ട് എന്ന സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ്. ആ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇത്തരം മാധ്യമ വിചാരണകൾ എന്നുള്ളതാണ് എന്റെ പക്ഷം. എന്തെന്നാൽ കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇത്രയധികം മാധ്യമ വിചാരണ നേരിട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടോ എങ്കിൽ അത് സഖാവ് പിണറായി വിജയൻ മാത്രമായിരിക്കും. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ അസന്നിഗ്ധമായി അക്കാര്യം പറയാൻ കഴിയും. കാരണം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ തന്നെ പ്രകീർത്തിക്കുന്നത് വിമർശിച്ചാൽ അത് വിമർശന വിധേയമാകും. അദ്ദേഹം പ്രകീർത്തിക്കുന്നത് കേട്ടിരുന്നാൽ അത് വിമർശന വിധേയമാകും. ഇതൊരു ഇരട്ട നീതി മാത്രമാണ്. എല്ലാ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് അസ്ക, സ്റ്റേജിൽ നേരത്തെ ശ്രീജിത്ത് അത് ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത്, സ്റ്റേജിൽ പിന്നെ ഏങ്കേഴ്സിനോട് ചൂടായ തട്ടിക്കയറിയ പിണറായി വിജയൻ ഇന്ന് അവിടെ ആസ്വദിച്ചിരിക്കുന്നതാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാ? ഞാൻ ആ സംഭവത്തെ ആസ്പദമാക്കി തന്നെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ പ്രകീർത്തിച്ചപ്പോ അദ്ദേഹം ക്ഷോഭത്തോടുകൂടി അത് പാടില്ല, അതൊന്നും വേണ്ട എന്ന് പറയുകയും, എന്നാൽ ഇത് അതിനെ വിമർശിച്ച മാധ്യമങ്ങൾ, അതിനെ വിമർശിച്ച വിമർശകർ അദ്ദേഹം ഇത് കേട്ടിരുന്നു എന്നുള്ളത് കൊണ്ട് വിമർശിച്ചു. അതിനുശേഷം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇങ്ങനെ വാഴ്ത്തലുകൾ കേട്ട് സുഖിക്കുന്ന ആളല്ല. കാര്യം അദ്ദേഹത്തിന്റെ 6.5 പതിറ്റാണ്ട് കാലത്ത് അദ്ദേഹത്തിന്റെ പൊതുജീവിതം പരിശോധിച്ചാൽ മെറിറ്റോറിയസ് ആയി മാത്രം കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം സുഖിപ്പിക്കൽ കേട്ട് അല്ലെങ്കിൽ അങ്ങനെ പാണ്ഡ്യാല ഷാജി പറഞ്ഞ കേട്ടില്ല കേട്ട് വളർത്തുന്ന രാഷ്ട്രീയ നേതാവല്ല അനിൽ നമ്പ്യാർ. അങ്ങേക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ അങ്ങേക്ക് ഇപ്പൊ അത് തുറന്ന് സമ്മതിക്കാൻ മടിയാണ്. കാര്യം നമ്മൾ എപ്പോഴും കാണേണ്ടത്, ഒരു വ്യക്തിയെ വിമർശിക്കുമ്പോൾ ഞാൻ ഒരു വിരൽ നിങ്ങൾക്ക് നേരെ ചൂണ്ടുമ്പോൾ എന്റെ 3 വിരലുകൾ എനിക്ക് നേരെ ചൂണ്ടുന്നു എന്ന യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളണം. അപ്പോ സ്വാഭാവികമായും ഇപ്പോ ഒരു കവി അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കവിത എഴുതി. എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, സ്വാഭാവികമായും ഇപ്പോ കാവലാളും കാരണഭൂതനും സൂര്യനും ഒക്കെ തന്നെ ഒരു പ്രത്യയശാസ്ത്ര ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പാടില്ലാത്ത അത്തരം പ്രവൃത്തികൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അർഹിക്കാത്തതാണ് എന്ന് ഉത്തമ വിശ്വാസവും ബോധ്യവും ഉള്ള ആളാണ്. അതുകൊണ്ട് ഇത്തരം കവിതകളും പ്രകീർത്തനങ്ങളും കേട്ടാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കുലുങ്ങില്ലെന്നേ. അതുപോലെ സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തെ അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, പിന്നെ പി ജയരാജനെ ചെങ്കനൽ എന്ന് വിശേഷിച്ചപ്പോ കുലുങ്ങിയല്ലോ. അങ്ങനല്ല, അത് സംസ്ഥാന സമിതി യോഗം ഇളകിയല്ലോ. CPM നടത്തുന്ന പരിപാടിയല്ല. CPM നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ടിട്ടുള്ള ഒരു യോഗമല്ല. ഇത് പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടാണോ? അത് ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാമോ? ഇത് വ്യക്തിപൂജയാണെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഭാരവാഹികളോട് അയാൾ പറയണമായിരുന്നു ഇതൊന്നും വേണ്ട അവിടെ എന്ന്. ഞാൻ അതാ പറഞ്ഞു വരുന്നത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ CPMന്റെ വർഗ ബഹുജന സംഘടനയല്ല. ഒന്ന്. രണ്ടാമതായി, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ളത് ശരിയായ നടപടിക്രമം ആയിരുന്നില്ല എന്ന വ്യക്തിപരമായ അഭിപ്രായമുള്ള ആൾ കൂടിയാണ് ഞാൻ. ഇത്തരത്തിലൊരു കവിത അല്ലെങ്കിൽ ഒരു ആലാപന ഗാനം അവിടെ അവതരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകാൻ പാടില്ലായിരുന്നു നേതാക്കന്മാർ. രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടുത്ത് പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തതിന്റെ ആ പരിമിതിയാണ് ആ നേതാക്കന്മാർ ഇത്തരം തരത്തിൽ ഒരു ഗാനം ആ യോഗത്തിൽ അവതരിപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ് എന്റെ ബോധ്യം. ആ ബോധ്യത്തിന്റെ അസ്കറിനുള്ള ബോധ്യം പോലും പിണറായിക്കില്ലാതെ പോയല്ലോ. അങ്ങനല്ല സഖാവ് പിണറായി വിജയൻ അത് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ വിമർശിക്കുന്നു. പിണറായി വിജയനെ ഈ പാനലിലിരിക്കുന്ന ഞാൻ ഒഴികെയുള്ള മുഴുവൻ ആളുകളും സഖാവ് പിണറായി വിജയനെ വിമർശിക്കാനാണ് നാവ് വളയ്ക്കുന്നത്. അപ്പോ അത് നിങ്ങൾ വിമർശിക്കരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം സഖാവ് പിണറായി വിജയനോ എനിക്കോ ഉണ്ടോ?
നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളതാണ്. അതുപോലെ അദ്ദേഹത്തെ പ്രകീർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും മറ്റുള്ളവർക്കുണ്ട്. ഇല്ല, അങ്ങനെ വേണ്ട ആ സ്വാതന്ത്ര്യം എന്തുകൊണ്ട് നിങ്ങൾ നൽകുന്നില്ല? നിങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പിണറായിക്കുണ്ടല്ലോ. പിണറായിക്ക് അറിയാം. ഇപ്പോൾ പിണറായി യാദൃച്ഛികമായിട്ടാണ് ഇങ്ങനെ ഒരു സംഘഗാനമൊക്കെ അദ്ദേഹം വരുന്നു, പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഘഗാനം ഉണ്ടാവുന്നു, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇത് പിണറായിക്ക് ഇതിനെക്കുറിച്ച് അറിയാം സാർ. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ അത് ചോദിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം അതിലെന്താ കുഴപ്പമെന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചത്. അപ്പോൾ പിണറായി ആസ്വദിച്ചു, പിണറായി ഈ വിശേഷണങ്ങളൊക്കെ കേട്ടപ്പോൾ മതിമറന്ന് ആഹ്ലാദിച്ചു. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകീർത്തനങ്ങൾ കൊണ്ട് ഉൾപ്പുളങ്ങിതനായി വിജൃംഭനാവുന്ന ഒരു വ്യക്തിയായി പിണറായി വിജയനെ കാണരുത്. അദ്ദേഹം ഇതൊക്കെ കണ്ടാൽ, ഇതൊക്കെ കേട്ടാൽ, എനിക്ക് വ്യക്തിപരമായ രണ്ട് അനുഭവങ്ങളുണ്ട്, ഞാനത് പറയാം. ഒന്നാമതായി 2015 അവസാനത്തെ കാലത്ത് അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് കേരള യാത്ര നടക്കുന്ന വേളയിൽ കൊല്ലത്ത്, എന്റെ നാട്ടിൽ, അന്നത്തെ മുൻകാല SFI പ്രവർത്തകരുടെ കൂട്ടായ്മ ചേർന്നുകൊണ്ട് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ ചിത്രം വെച്ചുകൊണ്ട് ടീഷർട്ട് അണിഞ്ഞ് കുട്ടികളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചിത്രം പതിച്ച ഒരു കേക്കുമായി അദ്ദേഹത്തെ സമീപിക്കുകയുണ്ടായി. ഉടൻ തന്നെ അദ്ദേഹം അതിന്റെ സംഘാടകരെ വിളിച്ചു മാറ്റി നിർത്തി നിശിതമായ ഭാഷയിൽ ഇതൊന്നും ചേരുന്ന പണിയല്ല എന്ന് പറഞ്ഞു കയ്യിൽ വെച്ചാൽ മതി എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതായി നേരിട്ട് അറിവുള്ള ഒരാളാണ് ഞാൻ. രണ്ട്, പാർട്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ പാർട്ടി സമ്മേളനം നടക്കുന്ന തൃശ്ശൂരിൽ നമ്മൾ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടനങ്ങളിലും ഡിവൈഎഫ്ഐയുടെ പ്രകടനങ്ങളിലും ഒക്കെ കാണുന്നത് പോലെ ചെയ്യുടെ ചിത്രം ചുങ്കടിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയന്റെ ചിത്രം ആലേഖനം ചെയ്തത് ഉയർത്തി വെച്ചിരുന്ന കണ്ട അദ്ദേഹം അത് അപ്പോൾ തന്നെ അഴിപ്പിച്ച അനുഭവം തൃശ്ശൂരിലുണ്ടായിട്ടുണ്ട്. ഈ രണ്ട് അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അങ്ങനെ വ്യക്തിപൂജയോ അത്തരത്തിലുള്ള പ്രവൃത്തികളോ ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല. അങ്ങനെ ആരെങ്കിലും കരുതി അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് എന്തിന് അദ്ദേഹം വഴങ്ങി എന്നുള്ളതാണ് അഡ്വക്കേറ്റ് അസ്കർ ചോദ്യം. ഒരു വഴങ്ങലില്ലെന്നേ. അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ അതിന്റെ നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ടാവും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അല്ല, പിണറായിയെ ധിക്കരിച്ച ആ നേതാക്കന്മാർക്കെതിരെ നടപടി എടുക്കണ്ടേ? മാത്രമല്ല, ചിത്രസേന കവിയുടെ പശ്ചാത്തലം അറിയോ താങ്കൾക്ക്? അല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ സ്പെഷ്യൽ മെസ്സഞ്ചർ ജോലി ഉള്ളതാണ്. ഒരു വർഷം മുമ്പ് സ്പെഷ്യൽ മെസ്സഞ്ചർ ജോലി കിട്ടിയല്ലോ. അതെന്തു അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം അദ്ദേഹം അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുക്കുന്നതിന്റെ തലേന്ന് തന്നെ അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി. അതൊക്കെ ആ ഒരു അന്തർധാര എന്താ? ഒരു അന്തർധാരയുടെയും സ്വാഭാവികമാണോ അത്? അല്ല, അതൊരു അന്തർധാരയുടെയും കാര്യമില്ല. ഒരു പക്ഷേ അങ്ങ് പരിശോധിക്കൂ, അതിൽ അദ്ദേഹത്തിന്റെ അപേക്ഷയിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവാം. അത് എന്താണെന്നുള്ളത് പരിശോധിക്കണം. അത് പരിശോധിക്കേണ്ട എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ അനുഭവ പാരമ്പര്യം ഇപ്പോ 56 വയസ്സ് റിട്ടയർമെന്റ് ഏജാണ്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ 56 വയസ്സുള്ള ആളുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ നല്ല ബുദ്ധിയും ആരോഗ്യവും മനോനിലയും ഉള്ള ആളുകളായി പ്രവർത്തന എത്രയോ ആളുകൾ ഏതൊക്കെ സർക്കാർ കേന്ദ്ര സർക്കാരിൽ ആരെയൊക്കെ നിയമിച്ചിട്ടുണ്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകളെ. അത് വലിയ അക്ഷന്തവ്യമായ അപരാധമായി നിങ്ങൾ പറയുന്നുണ്ടോ? അതൊക്കെ സർക്കാരിന്റെ കാര്യമാണെന്നേ. സർക്കാരിൽ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ സേവനം ഒരു കാര്യം ചെയ്യ്, ചിത്രസേനൻ കവിയെ ആസ്ഥാന കവിയായിട്ട് അങ്ങ് നിയമിക്കുക. ഞാൻ ഈ കാവലാൾ എന്ന് പറയുന്ന ഗാനം വായിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ കവിത്വത്തെ സംബന്ധിച്ച് എന്റെ സെൻസിബിലിറ്റിയുടെ പ്രശ്നമാവാം. എനിക്ക് ഒരു കവിത്വവും ആ കവിതയിൽ എന്റെ പരിമിതിയായിരിക്കാം, ഒരുപക്ഷെ എന്റെ പരിമിതിയായിരിക്കും. എനിക്കത് ഒരു തരത്തിൽ ആസ്വാദ്യകരമായി തോന്നിയില്ല. അതെനിക്ക് അല്ല, ഞാൻ അതിന്റെ എന്റെ സെൻസിബിലിറ്റിയുടെ പ്രശ്നമായിരിക്കും, എന്റെ ആസ്വാദന നിലവാരത്തിന്റെ പ്രശ്നമായിരിക്കും, എന്റെ അനുഭവങ്ങളുടെ പരിമിതിയായിരിക്കാം. എനിക്കത് ഒരു തരത്തിലും ഉൾക്കൊള്ളാനാവുന്ന തരത്തിലുള്ള മനോനില എനിക്കില്ല എന്നുള്ള തുറന്ന് സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല. കാര്യം ഞാൻ വളരെ അല്പം വായിക്കുന്നതായും കിട്ടുന്ന അല്പം വായിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണ്. സ്വാഭാവികമായും ഞാൻ അത് കേട്ടപ്പോഴും അത് വായിച്ചപ്പോഴും എനിക്ക് ഒരു തരത്തിലുള്ള സെൻസിബിലിറ്റിയും ഒരു ഫീലിംഗും തോന്നിയില്ല. അത് ഒരു കവിതയായി പോലും ഞാൻ അംഗീകരിക്കാനും തയ്യാറല്ല. ഒരുപക്ഷെ ഞാൻ എന്റെ പരിമിതിയാവാം. അപ്പൊ അതുകൊണ്ട് ആ കവിയുടെ കവിത്വത്തെ അല്ലെങ്കിൽ ആ കവിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കുകയോ അത് തടസ്സപ്പെടുത്തുന്നതിനുള്ള അവകാശം എനിക്കില്ലെന്ന് ഉത്തമ ബോധ്യമുള്ളത് പോലെ മറ്റുള്ളവർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ബോധ്യം.
ഓക്കെ, എന്തായാലും പാണ്ഡ്യാല ഷാജി ഈ വാഴ്ത്തിപ്പാടിയതിൽ തെറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല പിണറായിയുടെ ആ സമര പാരമ്പര്യം, ആ വീര്യം ഒക്കെ പ്രബുദ്ധരായ മലയാളികൾക്ക് അറിയാം. അപ്പോൾ ഇതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നാണ് അസ്കർ പറയുന്നത്. എന്തായാലും കവിയെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ച പോലെ കവിത പുറത്തോട്ട് വന്നില്ല. അസ്കറേ, പിന്നെ സംഭവം പിന്നെ മാന്യമായികളത് പറഞ്ഞു. കാരണം ആ കവിത എനിക്ക് ഇഷ്ടമായില്ല എന്ന് നിങ്ങൾ പറയുന്നത് വളരെ സത്യസന്ധമാണ്. പിന്നെ ഇത് നിങ്ങൾ പിന്നെ ഇതിൻ്റെ ഫലം എന്തായിരിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്കത് പിന്നെ കിട്ടാൻ പോകുന്ന വിവരം എന്താണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഗുണകരമായ ഒരു സാധനം നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് കിട്ടാൻ പോകുന്നുള്ള അഭിപ്രായം എനിക്കില്ല. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അയാളെ അറിയാമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. രണ്ട് സംഭവം, അത് വിദൂര സംഭവങ്ങളാണ്. വളരെ അടുത്തറിയുന്ന ഒരാളാണ് ഞാൻ. വളരെ അടുത്തറിയുന്ന ഒരാളാണ്. അടുത്തറിഞ്ഞിരിക്കുന്ന ഒരു സംഭവത്തിനകത്ത് ഞാൻ ഓടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അത് മാത്രം ഞാൻ ഇപ്പം പറയാം. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്ന് കൃത്യമായി അസ്കറിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത്. അന്നാണ് ഞാൻ ഈ മനുഷ്യനെ തെറി വിളിച്ചത്. അന്നാണ് ഞാൻ തെറി വിളിച്ചത്. ജീവിതത്തിൽ ആദ്യമായി അയാളെ ഞാൻ തെറി വിളിച്ചത് അന്നാണ്. അതിനുശേഷമാണ് ഞാൻ ആ മനുഷ്യരോട് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ സംസാരിക്കാതിരിക്കുന്നു. ബാക്കി കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു വളരെ തെറ്റായിരിക്കുന്ന സന്ദേശം പബ്ലിക്കിൻ്റെ അടുത്ത്, അതായത് ഈ പിന്നെ ഇത്തരമൊരു ഒരാൾ അങ്ങനെ ഒരാളാണ് എന്ന് പറയുക വഴി നിങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണെന്നറിയോ? അയാളിത് അഭിനയിക്കുകയാണ്. ഈ അഭിനയത്തിൻ്റെ ഏറ്റവും മാരകമായ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? കോടിയേരി മരിച്ച സമയത്ത് ഇയാൾ അഭിനയിച്ച അഭിനയം നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ വഴന്ന് തലകുത്തി വിടുന്നത് പോലെയാണ് അയാൾ ഈ പയ്യാമ്പലത്ത് ആ സംഭവം. അപ്പോൾ ഇയാൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഇയാൾ. എന്നിട്ട് അത് കഴിഞ്ഞു വിതിൻ നോ ടൈം ആണ് അയാൾ ഇവിടത്തേക്ക് പോകുന്നു. അയാൾ എറണാകുളത്തേക്ക് പോവുകയാണ്, കൊച്ചിയിലേക്ക് പോവുകയാണ്. ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിനകത്താണ് അദ്ദേഹം അവിടുന്ന് എവിടത്തേക്ക് പോയത്? യൂറോപ്യൻ പര്യടനത്തിന് പോയത്. ഇത്ര ഇൻഹ്യൂമൻ ആയിരിക്കുന്ന, ഇത്ര ബ്രൂട്ടൽ ആയിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് നിങ്ങൾ എന്ത് പറയുന്നത് അറിയോ? ഈ ചാനലിനകത്ത് വന്നിട്ട് ഇത്തരത്തിലൊരു അയാളെ പിന്നെ ന്യായീകരിക്കുന്നത് ചരിത്രത്തോട് കാണിക്കുന്ന മഹാ അപരാധമാണിതല്ലോ. പിന്നെ അയാൾ ഈ പിണറായി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിരിക്കുന്ന മിക്കവാറും അതായത് മറ്റ് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് നടത്തിയിരിക്കുന്ന അടിയുണ്ട് അവിടെ. ആ അടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിയാണ് ചെർമൽ കുടുംബത്തിന് നടത്തിയിരിക്കുന്ന ആക്രമണം. അതിൽ 5 പേരെയാണ് ഒരേ ദിവസം അടുപ്പിച്ചത് എവിടെയാണെന്ന് അറിയുള്ളൂ. വേങ്ങാട് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ട് അടുപ്പിച്ചത്. ആ ലോക്കൽ കമ്മിറ്റി അടുപ്പിക്കുന്ന നേതൃത്വം കൊടുത്ത ആൾ ആരാന്ന് അറിയുള്ളൂ? വേങ്ങാട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന കത്യാട് രാജെന്ന് വിളിക്കുന്ന ടി രാജാട്ടനാണ്. പിണറായി ലോക്കൽ കമ്മിറ്റിയിൽ വെച്ചിട്ടാണ് ഇതിന്റെ മുകളിൽ പിന്നീട് വലിയ തോതിൽ പ്രശ്നമായി ചർച്ചയായി. ആ ചർച്ചയായി കഴിഞ്ഞപ്പോൾ ചടയം കോയിനാട്ടാണ് വന്നത്. അത് ഇയാൾ ചെയ്ത പണി എന്താ അറിയുള്ളൂ? രാജനെ ഞാൻ ഏൽപ്പിച്ചില്ല എന്നാ പറഞ്ഞേ. അറിയോ? രാജനെ ഞാൻ ഏൽപ്പിച്ചില്ല എന്നാ പറഞ്ഞത്. രാജൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി. അറിയാമോ നിങ്ങൾക്ക്? എത്ര ഉദാഹരണങ്ങൾക്ക് വേണം? ഇപ്പൊ ഇവിടെ വരുന്നത് സ്വപ്ന സുരേഷ്. അയാൾ പറഞ്ഞെന്താ? എനിക്ക് ഇവരെ അറിയില്ല എന്നാ പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഈ ഒരാളെ വാഴ്ത്താൻ വെച്ച് ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന മഹാവൃത്തിയോട് ഏത് ഈ കവിത എഴുതിയെന്നുള്ളതാണോ? നിങ്ങൾ അതിനേക്കാൾ മോശമായിരിക്കുന്ന രീതിയിൽ ഒരു ചാനൽ ഉത്തരവാദപ്പെട്ട ഒരു ചാനലിനകത്ത് വന്നിട്ട് ഒരാളെ ഈ രീതിയിൽ നിങ്ങൾ ന്യായീകരിക്കരുത്. ഇനി ഞാൻ മൂന്നാമത് നിങ്ങളോട് ചോദിക്കുന്നത്, അയാൾ എന്താണ് അയാൾ കേരളത്തിന് അയാളുടെ സംഭാവന എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അയാളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? എനിക്ക് അയാൾ ഒരു വെറുപ്പില്ല കേട്ടോ. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു വൈരാഗ്യം അതിന് മാത്രം അയാൾ ഇല്ല എന്ന് ഞാൻ സ്ഥിരമായി പറയുന്നതാണ്. അവിടെ അത്തരം സംഭവങ്ങളിലേക്ക് ചുരുക്കല്ല. ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ അയാളെ വിമർശിക്കാനാണെന്നുള്ള രീതിയിലേക്ക് അതിന് വ്യാഖ്യാനിക്കുകയും ചെയ്യല്ല. എന്താണ് അയാളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആ മനുഷ്യന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? 2 തവണ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നപ്പോൾ എന്താണ് അദ്ദേഹം കേരളത്തിൽ നൽകിയ സംഭാവന? എന്താണ്? കോൺക്രീറ്റ് കെട്ടുകിടക്കുന്ന വിരൂപ ധിക്കാരങ്ങൾ ഉണ്ടാക്കിയതോ? വേറെ എന്താണ് അയാൾ ചെയ്തത്? ഈ കേരളത്തെ മുച്ചൂടും മുടിച്ചതോ? ഇനി 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് അയാൾ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അയാൾ വരണം. വന്നിട്ട് എന്ത് വേണമെന്നില്ല, കഴിയില്ല എന്ന് വീട്ടിൽ ഓടണം അയാൾ. ഇപ്പോ ഈ പറയുന്ന ഇതിനു കൂടി അയാൾ അഭിരമിച്ചത് എവിടെയാണ്? അയാൾ ഇപ്പോഴും അപ്രതിരോധനായിരിക്കുന്ന നേതാവ് തന്നെയാണെന്ന് അയാൾ സ്വയം വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ 3ാം തവണയും അധികാരത്തിൽ വരാനുള്ള സാധ്യതയെ അയാൾ മനസ്സിൽ കണക്കൂട്ടിയിട്ട് തന്നെയാണ് അയാൾ ഈ പറയുന്ന ഈ ചിരിയലം അയാൾ നടത്തുകയും ചെയ്തത്. നിങ്ങൾക്ക് അയാളെ അറിയില്ലെങ്കിൽ ഐ നോ ഹിം പേഴ്സണലി വെൽ. നിങ്ങൾ ഇത്തരത്തിലൊരു സംഭവത്തെ അയാൾ ന്യായീകരിക്കല്ല വേണ്ടത്. പിന്നെ നിങ്ങൾ പോയി ഓരോ സംഭവങ്ങൾ എടുക്കുക. ഏത് കേഡറെയാണ് നേരത്തെ പറഞ്ഞാൽ ഏത് കേഡറെയാണ് അയാൾ ഈ കേരളത്തിൽ പുത്രനായിട്ട് ഉണ്ടാക്കിയത്? ഒരു കേഡറുടെ പേര് പറ. SFIക്കകത്തുണ്ടോ? DYFIക്കകത്തുണ്ടോ? മഹിളാ ഫെഡറേഷനകത്തുണ്ടോ? പാർട്ടിയിലുണ്ടോ? ബാലസംഘത്തിലുണ്ടോ? ഒരാളുടെ പേര് പറ നിങ്ങൾ. എന്താണ് അയാളുടെ കോൺട്രിബ്യൂഷൻ?
എന്താണ് കോൺട്രിബ്യൂഷൻ? ഈ കേരളത്തിനകത്ത് മുച്ചൂടുമായ ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ അതിന്റെ സാംസ്കാരികമായും രാഷ്ട്രീയമായും ബൗദ്ധികമായും നശിപ്പിച്ചു എന്നുള്ളതാണ്. ഇത് 3 തരത്തിൽ നശിപ്പിച്ചു. ആ നശിപ്പിച്ചതിന്റെ ഫലം എന്താണെന്ന് അറിയോ? പാർട്ടി സെക്രട്ടേറിയറ്റിനകത്ത് പോലും ഒരാൾ വിമർശനം ഉന്നയിക്കാനില്ല സഖാവേ. ഹസ്കറിനി അയാൾ ഇരിക്കുന്ന കമ്മിറ്റിയിൽ ഇരിക്കാൻ എപ്പോഴെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. എപ്പോഴെങ്കിലും കിട്ടാനൊരു ഭാഗ്യം ഉണ്ടായത് കൂട്ടിക്കോ. നിങ്ങൾ ഭാഗ്യം എന്നല്ല, ഗതികേട് ഉണ്ടായത് കൂട്ടിക്കോ. ഒരക്ഷരം നിങ്ങൾക്ക് ആ കമ്മിറ്റിക്കകത്ത് പറയാൻ കഴിയില്ല. അത് പറയിപ്പിക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് അയാൾ ജി സുധാകരന് സ്വാധീനമുള്ള അല്ലെ ജി സുധാകരന് ഇൻഫ്ലുവൻസ് ഉള്ള ആലപ്പുഴ ജില്ലയിലെ സംസ്ഥാന സമ്മേളനത്തിൽ ജില്ലാ സമ്മേളനത്തിൽ 3 ദിവസം തുടർച്ചയായിട്ട് ആ മനുഷ്യൻ പോയിട്ടാണ് ഇരുന്നത്. ഒരു വിമർശനവും സഹിക്കുന്നവരാണല്ല അയാൾ. അല്ല, പിന്നെ ചിരിച്ചതല്ലേ? എന്താ ചിരിച്ചെന്നറിയങ്ങള്? ചിരിച്ചെന്താന്നറിയങ്ങള്? അയാൾ ആത്മരതിയാണത്. എന്താ കാര്യം? നാട് മുഴുവൻ ഞാൻ ഭയങ്കര ഗംഭീരനാണ്. ഇതിന് മുൻപായി വിളിച്ച പേരാണ് ഇരട്ടച്ചങ്കൻ. എന്നാ ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനോട് എവിടെയെങ്കിലും ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ചിട്ടുള്ളത്? വിളിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ കരയണം, അവൻ കരയണം. ആ കരയുന്നവനാണ് കമ്മ്യൂണിസ്റ്റ്. അല്ലാതെ ഞാൻ ഡബിൾ ചെങ്കനാണെന്ന് പറയുന്നില്ല. ഈ ഡബിൾ ചെങ്കനാണെന്ന് പറഞ്ഞിട്ട് കവിത എഴുതിയിരിക്കുന്ന കുറെ വിഡ്ഢികളുണ്ട് ഇവിടെ, ഇല്ലേ? കുറെ വിഡ്ഢികളുണ്ട് ഇവിടെ. ഒരു മനുഷ്യന്റെ ആ സങ്കടമില്ലാത്തത് കൊണ്ടാണ് ഫസൽ വധക്കേസ് തലശ്ശേരിയില് ആ വധക്കേസ് വന്നു. പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹം ആ കേസ് അന്വേഷിച്ച് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന പ്രതികൾ ആരാണ് എന്ന് അദ്ദേഹം കണ്ടെത്തുന്നു. കണ്ടെത്തിയതിന്റെ ഫലമാണ് അയാൾ ഇവിടുന്ന് തളിപ്പറമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ മനുഷ്യൻ എന്തായാലും കൂടെ പിന്നെ ചെയ്തത് പാർട്ടി ഒന്നടങ്കം തന്നെ അയാൾ താമസിക്കുന്ന വീട് വളയാണ് ചെയ്തത്. അപ്പുറത്ത് ഒരാളെയും കൂട്ടി വന്നു. ഇതിനകത്ത് കൂട്ടി വച്ച് എന്ത് ചെയ്തു? അത് ഇയാളുടെ സുഹൃത്താണ്. എന്ത് ചെയ്തു? അയാൾ അടി കൊണ്ടിച്ചതിന്റെ 1ാമത്തെ മാസമാണ് കരട് തകർന്നിട്ടാണ് ആ മനുഷ്യൻ മരിച്ചത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മിസ്റ്റർ അസ്കർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ മനുഷ്യൻ കിട്ടിയിരിക്കുന്ന മർദ്ദനത്തിന്റെ ഭീകരത എത്രയാണ്? അയാൾ സുപ്രീം കോടതി വരെ കേസ് നടത്തിയിട്ടാണ് ആ മനുഷ്യൻ പിന്നീട് തിരിച്ചു വന്നു. സർവീസിൽ കയറി അയാൾ പിരിഞ്ഞപ്പോഴെന്തായിന്നറിയോ? അയാൾക്ക് ഇന്നും പെൻഷൻ കിട്ടിയിട്ടില്ല. ഏതോ ഒരു സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്യാണ് നിർഭാഗ്യവാനായ ആ പോലീസ് ഓഫീസർ, ഉത്തരവാദിത്തമുള്ള പോലീസ് ഓഫീസർ. മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇയാളുടെ മുമ്പിൽ പോയി പഞ്ച ഉച്ച വടക്കിയിട്ടാണ് പറഞ്ഞത്. സെക്യൂരിറ്റി ഓഫീസർ പഞ്ച ഉച്ച വടക്കിയിട്ടാണ് പറഞ്ഞത്, എനിക്ക് പിന്നെ ശമ്പളമില്ല, പെൻഷനില്ല, ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന്. സെക്യൂരിറ്റി ഓഫീസർ. അപ്പൊ ഈ മനുഷ്യൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഈ നിഷ്ഠൂരൻ പറഞ്ഞ മറുപടി എന്നാ? അത് ഞാൻ ഇതിനകത്ത് പറഞ്ഞതാണ് ഒരു തവണ പറഞ്ഞത്. എന്നാ പിന്നെ അത് വേഗം നോക്കുന്നതാണ് നല്ലതെന്നല്ലേ? അല്ലേ? ഇത് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കോടതി കേസെടുക്കണ്ടേ? ബോബി ചെമ്മണ്ണൂറിനെതിരെ കേസെടുക്കാൻ, പ്രഥമ ദൃഷ്ട്യാ മറ്റ് സംഭവത്തിലെ മേലെ കേസെടുക്കാൻ കാണിച്ചിരിക്കുന്ന കോടതിയുടെ ഉത്തരവാദിത്വം എന്തേ ഈ വിഷയത്തിനകത്ത് ഇല്ലാതെ പോയത്? ഇവിടെയാണ് നമ്മൾ പറയുന്നത് ധാർമ്മികത എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടാവേണ്ടത്. ന്യായീകരിക്കുന്നവരെ ന്യായീകരിച്ചോ. പക്ഷേ ഏത് ഗതികെട്ടവനെയും ഏത് ഒരു സാമൂഹ്യ വിരുദ്ധന്റെ മാനസികാവസ്ഥയുള്ളയാളെ ഒരു വലിയ ചാനലിനകത്ത് ഇരുന്നിട്ട് ഉത്തരവാദപ്പെട്ട ചാനലിനകത്ത് നിന്ന് നമ്മൾ ന്യായീകരിക്കുമ്പോൾ ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധമായ ഒരു രാഷ്ട്രീയത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. സംസ്കാർ ചെയ്യുകയാണത്. ഓരോ ഇൻസിഡന്റുകൾ എടുത്തോ. ഈ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിരിക്കുന്ന ഓരോ ആളോടും ഇയാളുടെ അപ്രോച്ച് എന്തായിരുന്നു? നിങ്ങൾ പറയല്ലോ അയാൾക്ക് അത്തരം സംഭവങ്ങളും ഇഷ്ടമല്ല എന്ന്. MBR ഞാൻ പറഞ്ഞത്, MBR പാർക്കിൻസണും പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ ഇതും വന്നു, പിന്നെ അൽഷിമേഴ്സും വന്നു. സമ്മർദ്ദം താങ്ങാനായിട്ടാണ് വന്നത് സാധനം. 2 രോഗവും ഒരേപോലെ സാധാരണ പിടിപെടില്ല. നിസ്സഹായനായിട്ട് MBR മരിച്ചു. എത്ര പാർട്ടി സഖാക്കൾ BB ചെറിയാനെ വിളിച്ചു, ചോറിയാനെ വിളിച്ചു. എത്ര ഉദാഹരണങ്ങൾക്ക് ഞാൻ വേണം? മാത്രമോ ഈ കേരളം കണ്ട 1ാം തരം തിയററ്റീഷ്യൻ, ഏറ്റവും വലിയ സംഘാടകരുമായ സഖാവ് വെളിയത്തിൽ ഇയാൾ വിളിച്ചത് എന്താ വിളിച്ചത്? അസ്കറിന് അറിയാവുന്ന എനിക്ക് അറിയില്ല. വിളിച്ചത് പ്രായമായി പോയില്ല, ഞാൻ കാണിച്ചിരുന്നത് എന്നാ പറഞ്ഞ്. വെളിയം EP അവസാനം എടുത്തപ്പോൾ നീട്ടി ഒരു അടി എടുത്ത് 8 കഷ്ണമാണ് ഇയാൾ. അറിയോ നിങ്ങള്? 8 കഷ്ണമായി പോയി ഇയാള്. ഇയാൾക്ക് എന്തറിയാം വെളിയത്തിനെ കുറിച്ച്? ഇയാൾക്ക് വെളിയത്തിനെ കുറിച്ച്? ഇത്രമാത്രം തെമ്മാടിത്തം ഈ പറഞ്ഞിരിക്കുന്ന വെളിയത്തോട് പോലും പറഞ്ഞിരിക്കുന്ന മനുഷ്യനോ? ഇതെല്ലാം കണ്ടും കേട്ടിട്ട് ഒരാൾ കിടക്കുന്നുണ്ട് കേട്ടാ ചരശീലയില്, കൃത്യമായി അറിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ കിടന്നിരിക്കുന്ന മനുഷ്യനാണ് BS അച്യുതാനന്ദൻ. അതുകൊണ്ട് ഇയാളുടെ സംഭാവന എന്ന് പറയുന്നത് ഈ പാർട്ടിയെ ഉണ്ടായ സ്ഥലത്ത് വെച്ച് പിണറായിലായത് ഉണ്ടായത് അതിന്റെ ഉദകക്രിയ ഇയാൾ നടത്തിയിട്ട് മാത്രമേ ഇയാൾ പിൻവാങ്ങുകയുള്ളൂ. ആ ഉദകക്രിയ നടത്തുന്നതിന്റെ മുന്നോടിയായാണ്, അല്ലെങ്കിൽ അവസാന ചവിട്ടുപടി എന്ന നിലയ്ക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന നാടകം വന്നത്. ഇപ്പൊ ഈ പാർട്ടി ഈ സംഘകാരം വന്നത്. അതായത് പറഞ്ഞത് അടുത്ത് വരുന്ന ചിരി അത് പിശാചിന്റെ ഇളിയാണ് വരുന്നത്. ആ ഇളിയാണ് 2026 നമ്മൾ കാത്തു നിൽക്കുന്നത്. അവിടെ ചരിത്രത്തിനകത്ത് ഇത്രയും വലിയ പാതകം പേറിയിരിക്കുന്ന ഒരാളെ
എടോ എന്തെങ്കിലും ഞാൻ അങ്ങനെയല്ല പഠിക്കുന്നത്. എന്തെങ്കിലും ഒരു നന്മ ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നന്മ? എന്റെ ഗ്രാമ പിണറായിലോട്ട് വാ, നിങ്ങളെ ഏമണി കൂട്ടിക്കൊണ്ടുവരാ. നിങ്ങൾ എന്നിട്ട് ഓലേമല ടൗണിൽ നിന്ന് ഒന്ന് താഴെ ഒന്ന് പാണ്ഡ്യാലൊക്കെ വരെ നടന്നു നോക്ക്, ഒന്ന് നടന്നു നോക്ക്. ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടാവും. 10 മിനിറ്റ് നടന്നു നോക്കി. നിങ്ങൾ അടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും ആളോട് സ്വകാര്യത്തിന് ഒന്ന് 2 വർത്താനം പറഞ്ഞ് തിരിച്ചു വയ്ക്കുമ്പോൾ ആളുകൾ പറയും എന്താ പറയാന്നുള്ളത്. ആളുകൾ പലപ്പോഴും ഒന്നും പറയാതിരിക്കുന്നത് കൊണ്ട് അവർ ഭയന്നിട്ടാണ്, പേടിച്ചിട്ടാണ്. ഈ ഭയം നിർമ്മിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഭയം നിർമ്മിക്കുന്നവൻ ബഹുമാന്യനുമല്ല. മറിച്ച് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ആദരവുണ്ടാവണം, ബഹുമാനം ഉണ്ടാവണം. ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടതുമല്ല. അത് നിർമ്മിക്കുന്നതിന് പകരം വരുമ്പോൾ തന്നെ കാലൻ വരുന്നുണ്ടെന്ന് പറയാവുന്ന മാനസികാവസ്ഥ നിർമ്മിച്ച് നാട് ഭരിക്കുന്നവർ ആരാധനയോ? അവരൊന്നും ഒരിക്കൽ മാർക്സിസ്റ്റ് അല്ല. അവിടെ പറയാത് നാട് ഉറപ്പിക്കുന്ന ഒരിക്കലും വിപ്ലവമല്ല, വിപ്ലവമേ അല്ല അസ്കർ, അതല്ല. ആര് പറഞ്ഞു നിങ്ങളോട് അതാണ് വിപ്ലവം എന്ന്? മനുഷ്യരോട് മാന്യമായി പെരുമാറാൻ കഴിയാത്തവർ, മാന്യമായി പെരുമാറാൻ ഈ കേരളത്തിനകത്ത് ഇപ്പൊ തൊഴിൽ മേഖലയില് അൺഎംപ്ലോയിഡ് ആയിരിക്കുന്ന യൂത്തിൽ എത്ര ആളുകളെയാണ് ഈ മഹാഭാവി പിൻവാതിലൂടെ കൊണ്ടുപോയി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വേണ്ടി കയറ്റിയത്? എത്രയാണ് കയറ്റി? ഏതെങ്കിലും ഒരു ഡിവൈഫൈക്കാരുടെ അക്ഷരം ഉരിയാടിയോ? ഉരിയാടിയോ? എന്താ ഉരിയാടാതിരിക്കുന്നത്? ഈ ഉരിയാടാതിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മളിപ്പോ എന്തില്ല തൊഴിൽ സമരങ്ങളുണ്ടോ? ഇപ്പോ ഇതൊന്നും ഇല്ലാതാക്കിയിരിക്കുന്നത്, മൃതമാക്കി മാറ്റിയിരിക്കുന്ന ഒരു സൊസൈറ്റിയാക്കി ഈ കേരളത്തെ നശിപ്പിച്ചു വന്നതാണ് ഇയാൾക്കാര് വന്ന് ഏറ്റവും ഗുരുതരമായിരിക്കുന്ന കുറ്റാരോപണം. അത്തരം ഒരു വസ്തുതാപരമായ അവസ്ഥയെ മറികടക്കാൻ ഈ പറയുന്ന പോലത്തെ ഒരു പാട്ട് എഴുതിയിട്ട് അത് അയാൾ തന്നെ ആത്മരതിയിലൂടെ അനുഭവിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അത് ശരിക്കും എന്താണെന്നറിയോ? ശരിക്ക് പിന്നെ ഒരുപക്ഷെ എഴുതിയിരിക്കുന്ന കവിയുടെ ഒരു എന്താ പറയാ മാസ്റ്റർബേഷൻ മൂഡ് മാത്രമായിരിക്കുമല്ലോ, അത് കവിഞ്ഞ് വേറൊന്നും അതിനകത്ത് ഉണ്ടാവില്ല മിസ്റ്റർ അസ്കർ. അതിനേക്കാൾ അപ്പുറത്തേക്ക് പറയാൻ മാന്യമായ ഭാഷയിൽ ഇത് പറയാൻ കഴിയില്ല എന്നുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് പറഞ്ഞത്. ഞാനിപ്പോ ഈ റൗണ്ടിൽ എനിക്ക് പറയാൻ ഇത്രയൊന്നും ചെയ്യരുത് അസ്കറെ, വളരെ വളരെ ക്രൂരമാണ്. അഡ്വക്കേറ്റ് നിയാസ്, നേരത്തെ നമ്മുടെ MK ഹരിദാസ് അദ്ദേഹം ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതായത് പ്രതിപക്ഷമാണ് ഇതിനുള്ള പശ്ചാത്തല സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. നോക്കൂ, ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് കോൺഗ്രസിൻ്റെ സർവീസ് സംഘടന അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം പോലും, ഒരു പ്രസ്താവന പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്ന ഒരു സമീപനവുമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം പോകുന്നു എന്നല്ലേ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ആക്ഷേപത്തെ ഗൗരവത്തോടെയല്ലേ കാണേണ്ടത്? മിസ്റ്റർ ഹരിദാസ് ഇവിടെ സൂചിപ്പിച്ചത് ഇവിടെ പിണറായിയുടെ കെടുകാര്യസ്ഥതയും പിണറായിയുടെ കഴിവുകേടും എല്ലാം അത് പ്രതിപക്ഷത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പിണറായിയുടെ കുഴപ്പങ്ങൾക്ക് ഉത്തരവാദി പ്രതിപക്ഷമാണെന്ന് പറഞ്ഞ് പിണറായി വിജയനെ കഴുകി വൃത്തിയാക്കാനുള്ള ശ്രമമാണ് മറ്റൊരർത്ഥത്തിൽ. അങ്ങനെയല്ല. ഞാൻ ഏതായിരുന്നാലും ഇവിടെ ഇടതുപക്ഷ സഹയാത്രികനായിട്ട് എൻ്റെ സുഹൃത്ത് BS അല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോളെ. അസ്കറിനെ ഞാൻ അനുമോദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അസ്കർ പല ചർച്ചകളിൽ ഞാൻ പോയിട്ടുണ്ട്. വളരെ ക്ലേശകരമായിട്ട് പോലും CPM-നെയും അതുപോലെ പിണറായി വിജയനെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന അസ്കറിന് പോലും ഈ കാര്യത്തിൽ പിണറായി വിജയനെ അല്ലെങ്കിൽ ഈ വാഴ്ത്തുപാട്ടിനെ ന്യായീകരിക്കാനോ അത് നല്ല കാര്യമാണെന്ന് സൂചിപ്പിക്കുവാനോ അദ്ദേഹം തയ്യാറായില്ല എന്നത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും ഇവിടെ പുറത്തു വന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹം പങ്കെടുക്കുന്ന ഇടതുപക്ഷ സഹയാത്രികൻ എന്ന നിലയ്ക്ക് ചിലപ്പോൾ ഒരു അവസാനത്തെ ചർച്ചയായി മാറിയേക്കാം ഇത് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം CPM സ്വാഭാവികമായും അദ്ദേഹത്തെ ഇവിടേക്ക് പറഞ്ഞയച്ചത് പിണറായി വിജയനെ കഴുകി വെളുപ്പിക്കാനാണ്. വളർത്തുപാട്ടിനെ അങ്ങ് വീണ്ടും വീണ്ടും വാഴ്ത്തുവാനാണ്, ഈ വാഴ്ത്തുപാട്ടിനെ വീണ്ടും വീണ്ടും വാഴ്ത്തുവാനും അത് ന്യായീകരിക്കുവാനാണ് അദ്ദേഹത്തെ ഇവിടെ പറഞ്ഞയച്ചത്. പക്ഷെ അദ്ദേഹത്തിന് പോലും ആ ന്യായീകരണം അദ്ദേഹത്തിന് കഴിയുന്നില്ല, അദ്ദേഹത്തിന് ആത്മാർത്ഥമായ മനസ്സുകൊണ്ട്. ഇതാണ് കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒക്കെ മനസ്സിലുള്ള അവസ്ഥ. നമ്മളൊരു കാര്യം എൻ്റെയൊക്കെ കാലത്ത് ഒരുപാട് പ്രത്യേകിച്ച് അനന്തമ്പരൊക്കെ കേട്ട കാര്യമായിരിക്കും. നാണിയുടെ ലോകമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ രീതിയിലൊരു പാട്ട് കേരളത്തിൽ നടക്കിയിരുന്നു. അന്ന് അവർ പറഞ്ഞിരുന്നത് എന്താ? സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ, പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യം, ഇല്ലേ? എത്രമാത്രം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ എല്ലാ ഇടങ്ങളിലും നാണിയുടെ ലോകമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയിരിക്കുന്ന പാട്ട് അത് എല്ലാവരുടെയും മനസ്സിലുണ്ട്. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു രാജ്യം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്ന കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്ന സമയത്ത് അവർ പാട്ടിയിരുന്ന പാട്ടാണ്. ഇന്ന് എന്താ സ്ഥിതി? ആ സോവിയറ്റ് യൂണിയൻ്റെ സ്ഥിതി എന്താ?
ഇന്ന് ആരെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ ആരെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലെങ്കിലും സോവിയറ്റ് യൂണിയനിലേക്ക് പോകാൻ തയ്യാറായോ? അല്ല അതിൻ്റെ ഭാഗമായുള്ള ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ? നേരെ അമേരിക്കയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വളർത്തുപാട്ട് പാട്ടി അല്ലെങ്കിൽ വാഴ്ത്തുപാട്ട് പാടി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞില്ലാതായി എന്നത് ഇതും അങ്ങനെ തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എനിക്കിവിടെ പറയാനുള്ളത്, ഹരിദാസ് പറഞ്ഞത് ശരിയാണ്. ഒരു കാര്യം, PWD എന്താ കേരളത്തിലെ PWD സ്ഥിതി? എൻ്റെ മാതൃഭൂമി പത്രം ഓഫീസുള്ള റെയിൽവേ സ്റ്റേഷനിൽ തീർന്നു നിൽക്കുന്ന KP കേശവമേനോൻ റോഡ്, ആ റോഡിൽ ഒരു 400 മീറ്റർ സ്ഥലത്ത് 46 കുഴികൾ എന്നാണ് ഈ മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എത്ര കുഴികൾ കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയവീഥികളിൽ പോലും, കേരളത്തിലെ ഹൃദയവീഥികളിൽ പോലും കുഴികൾ ഉണ്ടായി മുന്നോട്ട് പോകുന്നത് സർക്കാരിൻ്റെ അടുത്ത് പണമില്ലാത്തത് കൊണ്ടാണ്. എത്ര കോടിയാണ്, ആയിരക്കണക്കിന് കോടിയാണ് സർക്കാർ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത്. പണമില്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ട് പണമില്ല എന്നുള്ള കെടുകാര്യസ്ഥത കൊണ്ടാണ്. മെഡിസെപ്പിൻ്റെ പേരിൽ പറഞ്ഞ് ജീവനക്കാർക്ക് മുഴുവനും അവരിൽ നിന്ന് പണം പിരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി മെഡിസെപ്പ് ഇന്ന് ഒരു ആശുപത്രിയും മെഡിസെപ്പ് ഏറ്റെടുക്കാത്ത അവസ്ഥയാണ്. ആരോഗ്യ കാർഡുമായി പാവപ്പെട്ടവൻ ആശുപത്രിയിൽ പോയി എങ്കിൽ ഇന്ന് ആരോഗ്യ കാർഡിൻ്റെ വില പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അതുപോലെ ഉച്ചക്കഞ്ഞിയുടെ കാര്യം ഇവിടെ ഹരിദാസ് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതുകൂടാതെ KSEB എന്താ സ്ഥിതി? ഇത് അടിക്കടിക്ക് വില വർദ്ധിപ്പിക്കുക, ചാർജ് വർദ്ധിപ്പിക്കുക എന്നല്ലാതെ അത് ഏറ്റവും വലിയ അവർ വെള്ളാരിയായി അത് മാറി ജനങ്ങളെ പൊറുതി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. KSRTC ഇന്നലെ ഞാൻ പോയപ്പോൾ KSRTC ഇന്നലെ 15-ാം തീയതിയാണ്. 15-ാം തീയതി പോലും അവർക്ക് ശമ്പളം കിട്ടാത്ത KSRTCയിലെ ഡ്രൈവറെയും കണ്ടക്ടറെയുമാണ് ഞാൻ കണ്ടത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരയിൽ ഉണ്ടാക്കാൻ പോകുന്ന ആൾ, വിമാന കമ്പനി ഉണ്ടാക്കാൻ പോകുന്ന കേരള ഗവൺമെൻറ് സ്വന്തമായുള്ള ഒരു ബസ് വ്യവസായ സംവിധാനമായ KSRTCക്ക് പോലും ആ മാസത്തിൽ 15 ദിവസം കഴിഞ്ഞിട്ട് പോലും അവിടെ ശമ്പളം കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിലെ ഖജനാവ് കാലിയാക്കിയിരിക്കുകയാണ്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ മരുന്നിൻ്റെ കാര്യം പറഞ്ഞു. പട്ടികജാതി വിഭാഗക്കാർക്ക് വേണ്ടിയിരിക്കുന്ന സ്റ്റൈപ്പൻഡ് അത് കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് അവരുടെ കഷ്ടപ്പാട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുപോലെ പെൻഷൻകാരുടെ അവസ്ഥ, ഒരു ആകെ 1600 രൂപ കിട്ടുന്ന പെൻഷൻകാർ 4-5 മാസമായി പെൻഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ ശരത്ലാൽ കൃപേഷ് എന്ന് പറയുന്ന 2 ചെറുപ്പക്കാരെ ഈ വെട്ടി നുറുക്കിയ പാർട്ടിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എത്ര കോടിയാണ് കേരള ഖജനാവിൽ നിന്നും നിങ്ങൾ അടിച്ചു മാറ്റിയത്? ഈ ഇന്ന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയെ അവിടെ ജയിലിലേക്ക് പോയപ്പോഴും ജയിലിൽ നിന്ന് നിങ്ങൾ ജാമ്യം തേടി പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴും ശിക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് വീരോചിതമായ സ്വീകരണം നൽകുവാൻ CPM-മാരെ പറഞ്ഞയച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ പിണറായി വിജയനാണ് ഇന്ന് കാരണഭൂതനായും ക്യാപ്റ്റനായും മുന്നോട്ട് പോയിട്ടിരിക്കുന്നത്. എന്തോ 2 കോടി പിരിക്കാൻ പറഞ്ഞിരിക്കുകയല്ലേ ഇവർക്ക് വേണ്ടി? പിന്നെ സ്ത്രീകൾ തീർച്ചയായും ഇത് അവരുടെ കേസ് നടത്താൻ വേണ്ടിയിട്ട് പിരിക്കുക. ഇവിടെ സ്ത്രീകളെ കുട്ടികളെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ വനിതാ മതിൽ നടത്തിയവരെ സ്ത്രീകളുടെ സ്ഥിതി എന്താ ഇന്ന്? ഇവിടെ പാട്ടുപാടാൻ കുറേ സ്ത്രീകൾ പോയല്ലോ, അവരുടെ സ്ത്രീ വർഗത്തിൻ്റെ സ്ഥിതി എന്താ ഇന്ന്? കേരളത്തിലെ തെരുവോരങ്ങളിൽ വനിതകൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയായിരിക്കുന്നു. ആ വനിതകൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാവാൻ കാരണം കേരളത്തിലെ പോലീസാണ്. പോലീസ് സേനയിലെ അംഗങ്ങൾ, എൻ്റെ ജില്ലയിലടക്കം പോലീസ് സേനയിലെ അംഗങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വന്നിരിക്കുന്നു. അവിടെ പോലും അവർക്ക് രക്ഷയില്ലാത്ത അവസ്ഥയായിരിക്കുന്നു. പാർട്ടിയുടെ ആധിക്യം, അവരുടെ അധികപ്രസരം കൊണ്ട് ഈ രാജ്യത്ത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ പറയാനുള്ളത്, ചന്താരകമായി ഒരു വ്യക്തിയെ വന്നപ്പോൾ ഇതൊന്നും ഈ പാർട്ടിയിൽ നടപ്പില്ല എന്ന് പറഞ്ഞ് കാർക്കശ സ്വഭാവമുള്ള ഒരു സ്വഭാവക്കാരൻ അനിൽ നമ്പർ പറഞ്ഞത് ശരിയല്ലേ? തൻ്റെ ഇടമുണ്ടായിരുന്ന PJ-യോട് തൻ്റെ ഇടത്തോട് സംസാരിച്ചിരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറയണ്ടേ ഇതൊന്നും ഇവിടെ നടക്കില്ല? ഒരു ആങ്കർ ഒരു 2 വാചകം പറഞ്ഞപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വീരശൂര പരാക്രമം? എന്താ ഇന്ന് ഈ വാഴ്ത്തുപാട്ടിനോട് അദ്ദേഹത്തിൻ്റെ മനോഭാവം എന്തായിരുന്നു? അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, കണ്ടാമൃഗത്തിന് പോലും ഒരു തൊലിക്കെട്ടിയുണ്ട്. ആ തൊലിക്കെട്ടിയെ പോലും വൃത്തികെട്ട തൊലിക്കെട്ടിയായി മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് ഇന്ന് കേരളത്തിലെ കാരണഭൂതനായി നിങ്ങൾ വാഴ്ത്തുപാട്ട് പാട് നടത്തുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്കൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിങ്ങൾ പാട്ട് പാടി വെളുപ്പിച്ചാലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള മാലിന്യം മാറ്റാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന മാസപ്പടി ഇന്ന് അത് കോടതിയിൽ അവർ കൊടുത്തിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന് കൈക്കൂലിയിൽ നിന്നും ആ മാസപ്പടിയിൽ നിന്നും അദ്ദേഹത്തിന് ഈ
ഈ വാഴ്ത്തുപാട്ട് കൊണ്ട് മുക്കി വെളുപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഡോളർ കള്ളക്കടത്തും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടുള്ള സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും വെളുപ്പിക്കാൻ നിങ്ങൾക്ക് ഈ വാഴ്ത്തുകൊണ്ടുകൊണ്ട് കഴിയില്ല. അതുകൊണ്ട് അടുത്ത ഗവൺമെൻറ് ഞാനായിരിക്കുമെന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ? ഇന്ന് അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ മത്സരിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. കേരളത്തിൽ ഇത്രയേറെ വാഴ്ത്തുപാട്ട് പാടി മുഖം മിനുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി പറയണ്ടേ അടുത്ത തവണയും ഞാൻ മത്സരിക്കും, പാർട്ടി എന്നെ നിർത്തും എന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണ്ടേ? അങ്ങനെ പഞ്ചായത്തോട് മുന്നോട്ട് പോയാൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അവർക്ക് നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. കേരളത്തിലെ ഞാൻ ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിക്കണം. തെരഞ്ഞെടുപ്പിലെ ഒരൊറ്റ പോസ്റ്ററിലോ ബോർഡിലോ ഈ പിണറായി വിജയൻ്റെ ഈ വാഴ്ത്തുപാട് നടത്തിയ മിനുക്കിയ മുഖം ഞാൻ കണ്ടില്ല. ഒരു സ്ഥലത്തും പിണറായി വിജയന് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് ഒരാളും പറയാൻ തയ്യാറായില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരന് ഇന്ന് അസ്കറിൻ്റെ അവസ്ഥ അന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരന് പോലും അവരെ ന്യായീകരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ഇടതുപക്ഷക്കാരന് പോലും അവരുടെ അവസ്ഥ ന്യായീകരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ഇതുപോലെ ഉള്ള ഈ ഗവൺമെൻറ്റിനെ എത്ര വാഴ്ത്തുപാട്ട് നടത്തിയാലും, എത്ര സംഘഗാനം മാറ്റിയാലും, എത്ര തിരുവാതിര നടത്തിയാലും അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുവാൻ കേരളത്തിലെ അവസാനത്തെ ഗവൺമെൻറ് എന്നല്ല, ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണമായി ഇത് മാറ്റുവാൻ അദ്ദേഹം കാണിച്ചതിന് അദ്ദേഹത്തിന് കൊടുത്ത ഏറ്റവും നല്ല അവാർഡായി കമ്മ്യൂണിസം ഇല്ലാതാക്കിയ, ഇന്ത്യയിൽ കമ്മ്യൂണിസം ഇല്ലാതാക്കിയ ആ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കൊടുത്ത ഒരു അവാർഡായി, റിവാർഡായി ഞാൻ ഈ പാട്ട് കാണുകയാണ്. ഓക്കെ, ശ്രീത്തെ ആരായിരിക്കും ഇതിൻ്റെയൊക്കെ തിരക്കഥ രചിച്ചിരിക്കുന്നത്? എന്തായാലും അല്ലേ, വളരെ പ്ലാനിങ്ങോടുകൂടി തന്നെ ആയിരിക്കുമല്ലോ ഈ കൈകൊട്ടിക്കളിയും അതുപോലെ സംഘഗാനമൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ തിരുവാതിരയിൽ ഏതാണ്ട് 500 സ്ത്രീകൾ പങ്കെടുത്തു എന്നാണ്. ഇതിപ്പോൾ ഏതാണ്ട് 100 ഗായകർ എന്നാണ് കണ്ടത്. പലപ്പോഴും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിൽ 100 സ്ത്രീകൾ അവിടെ ആലപിക്കുമെന്നാണ്. പക്ഷേ അതിൽ പുരുഷന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതലാകും. പിന്നെ ഇതിൻ്റെ പിന്നണിയിൽ സഹായിക്കുന്ന ആൾക്കാരുണ്ട്, റെക്കോർഡിങ്ങിൻ്റെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്, ഏറ്റവും പ്രധാനം ഇതിൻ്റെ കവി തന്നെയാണ്. അങ്ങനെ കുറേയധികം ആൾക്കാരുണ്ട്. ഞാൻ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്, കഴിഞ്ഞ വർഷം, അതായത് കൃത്യം ഒരു വർഷം മുമ്പ് 2024 ജനുവരി മാസത്തിലാണ് കോഴിക്കോട്ട് വെച്ചിട്ട് ഒരു പുസ്തകോത്സവത്തിൻ്റെ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വേദിയിൽ ഒപ്പം ഇരുത്തിക്കൊണ്ട് അന്ന് ഈ അടുത്തിടെ അന്തരിച്ച ശ്രീ MT വാസുദേവൻ നായർ അദ്ദേഹത്തെ വിമർശിച്ചത്. അന്ന് വിമർശിക്കുന്ന സമയത്ത് പ്രത്യക്ഷമായി പേരെടുത്ത് പറഞ്ഞിട്ടുള്ള വിമർശനമായിരുന്നില്ല എങ്കിൽ പോലും ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഏത് നിലയ്ക്കായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ അദ്ദേഹം അവിടെ പേരെടുത്ത് പറഞ്ഞിരുന്ന മറ്റൊരാളുണ്ട്, അത് EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് ഈ നമ്മുടെ ചിത്രസേനനാണെങ്കിലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്, നേതൃപൂജകളിൽ ഒന്നും തന്നെ EMS നമ്പൂതിരിപ്പാടിനെ കാണാറുണ്ടായിരുന്നില്ല എന്നാണ് MT വാസുദേവൻ നായർ പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇവിടെ ഇപ്പോൾ നേതൃപൂജകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള അണികളെ സൃഷ്ടിക്കാനായിട്ട് നേതാക്കന്മാരെയല്ല, നേതൃത്വത്തിനെയല്ല, അണികളെ സൃഷ്ടിക്കാനായിട്ടുള്ള ശ്രമമാണ് ആൾക്കാർ നടത്തുന്നത്. കാരണം ഈ രീതിയിലത്തേക്കുള്ള നേതൃപൂജകളിൽ അഭിരമിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് എന്നതാണ് അദ്ദേഹം അവിടെ പറയാതെ പറഞ്ഞ സന്ദേശം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ തന്നെ പ്രസ്താവന നോക്കിക്കഴിഞ്ഞാൽ താങ്കൾ ആരും തന്നെ വ്യക്തിപൂജയ്ക്ക് നിന്നു കൊടുക്കുന്ന ആൾക്കാരല്ല. വ്യക്തി പൂജയുടെ ഭാഗമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അതിനൊന്നും തന്നെ കഴിയില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പാർട്ടിയുടെ ആർജവം ഈ വിഷയത്തിൽ എവിടെ പോയി? പാർട്ടിയുടെ തൻ്റെ ഇടം ഈ വിഷയത്തിൽ എവിടെ പോയി? ഞാനൊന്ന് പറയട്ടെ, നമ്മൾ ഒരു താരതമ്യത്തിന് അതാണ്, അതായത് ഒരു താരതമ്യത്തിന് നമ്മൾ പോയി കഴിഞ്ഞാൽ പി ജയരാജന്റെ കാര്യം എടുത്തോളൂ. പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് വലിയ വിവാദമുണ്ടാകുന്നു. ആ വിവാദം ഉണ്ടാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, പി ജയരാജനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് ആരാധന തോന്നിയിരിക്കുന്ന ശ്രീ അസ്കർ പറയുന്നത് പോലെ പ്രശംസിക്കുന്നത് ഒരു തെറ്റല്ല എങ്കിൽ ആ തെറ്റല്ലായ്മ ചെയ്തിരിക്കുന്ന കുറേയധികം ആൾക്കാർ അവിടെ കണ്ണൂരിൽ അങ്ങോളം ഇങ്ങോളം പി ജയരാജനെ പ്രശംസിച്ചുകൊണ്ട് ഫ്ലെക്സ് സ്ഥാപിച്ചു. പിന്നീട് PJ ആർമി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. അത് പി ജയരാജനെ വളരെ ശക്തമായി പിന്തുണച്ചുകൊണ്ടുള്ള നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടാൻ തുടങ്ങി. ഇദ്ദേഹത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞിരിക്കുന്ന ചെന്താരകം എന്നൊക്കെ പറഞ്ഞിട്ട് നെടുനായകത്വം വഹിക്കുന്ന ആളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് വിപ്ലവഗാനം ഇറക്കി. ഈ വിപ്ലവഗാനം എല്ലാം ഇറക്കുകയും ഈ ഫ്ലക്സ് വരികയും ഈ ഫേസ്ബുക്ക് പേജുകൾ വരികയും ഒക്കെ ചെയ്തിരുന്ന സമയത്ത് നേതാക്കന്മാർക്ക് വിമർശനം മാത്രമല്ല പ്രശംസയാകാം എന്നുള്ള നിലപാടായിരുന്നില്ല CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി സ്വീകരിച്ചത്. അന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ജയരാജനെതിരെ വിമർശനമുണ്ടായി. സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തെ വിമർശിച്ചു. എന്നിട്ട് അവർക്കൊരു സംശയം കൂടി ഉണ്ടായി, ഇതിന്റെ ഒക്കെ പിന്നിൽ ഇനി ജയരാജൻ തന്നെയാണോ? അപ്പൊ അതിനെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് 3 അംഗ പാർട്ടി കമ്മീഷനെ നിയമിച്ചില്ലേ?
ആ കമ്മീഷനിലെ 3 അംഗങ്ങളിൽ ഒരംഗം ഇന്നത്തെ നിയമസഭാ സ്പീക്കറാണ്. എന്നിട്ട് അവസാനം അവർ ജയരാജൻ ഇതിന്റെ പിന്നിൽ കൈയില്ല, മറ്റുള്ള ആൾക്കാരാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകി എന്നാണ് നമ്മളൊന്ന് വായിച്ചത്. എന്ന് വെച്ചാൽ പാർട്ടിയിലെ വ്യക്തിപൂജ പാടില്ല എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തിക്ക് മാത്രം അതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്, മറ്റുള്ള ആൾക്കാർ പാടാൻ പാടില്ല എന്ന രീതിയിലത്തെ കാണോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പം ഞാനിവിടെ എൻ്റെ സുഹൃത്ത് ശ്രീ ഹസ്കറിനോട് പറയുന്നത്, താങ്കൾ ഈ വരികളിൽ അതിൽ താങ്കൾക്ക് യോജിപ്പില്ല, അല്ലെങ്കിൽ അത് ചമച്ചിരിക്കുന്ന കവിക്ക് കവിത്വമില്ല എന്ന് മാത്രമല്ല പറയേണ്ടത്. ഇവിടുത്തെ ലാർജർ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കവിത്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. മുക്കുവനെയും ഭൂതത്തെക്കുറിച്ചോ അങ്ങനെ മറ്റെന്തൊക്കെയോ കവിതകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതെല്ലാം തന്നെ കോഴിമുട്ട ഇടുന്നത് പോലെ എളുപ്പവുമാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത് CPM-നെ പോലെയുള്ള ഒരു ഇടതുപക്ഷ സങ്കല്പത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് ഭൂഷണമാണോ അല്ലയോ എന്നുള്ളതാണ്. അല്ലാതെ നാളെ നല്ല കവിത്വമുള്ള ഒരാൾ ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പ്രശംസിച്ചുകൊണ്ട് ഒരു കവിത എഴുതി കഴിഞ്ഞാൽ അതങ്ങനെയാണെങ്കിൽ ഭാസ്കർ അംഗീകരിക്കുമല്ലോ. കാരണം ഇതിന്റെ പ്രശ്നം, അദ്ദേഹം കാണുന്ന ഒരേ ഒരു പ്രശ്നം, ഇതിന് കവിത്വമില്ല, അല്ലെങ്കിൽ ഇതിൽ ചമച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ആസ്വാദനീയമായിട്ട് ആസ്വാദ്യമായിട്ട് തോന്നിയില്ല എന്നാണ്. ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഇഷ്ടപ്പെടാൻ കഴിയുമോ? ഞാൻ പറഞ്ഞത് ഇതൊരു നിലപാടിന്റെ പ്രശ്നമാണ്, ഒരു നയത്തിന്റെ പ്രശ്നമാണ്. ആ കവിത എഴുതിയിരിക്കുന്ന ആളിന് ഈ രീതിയിലത്തേക്കുള്ള ചില ബെനിഫിറ്റ്സ് കിട്ടിയെന്ന് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രീ ഭാസ്കറിന്റെ പ്രതികരണം എന്താണ്? ഏതാണ്ട് 57 വയസ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാർ സർവീസിലുള്ള റിട്ടയർമെന്റ് ആകുന്ന സമയത്തും ഒരാളിന് ജോലി ചെയ്യാനുള്ള നല്ല പ്രായമാണ്, നല്ല ബുദ്ധിയുണ്ട്, നല്ല പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തെ ഇനി ഉപയോഗിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ശ്രീ ഭാസ്കർ, ആ ആനുകൂല്യം ഇങ്ങനെ പ്രശംസിച്ച് കവിത എഴുതുന്ന ചിത്രസേനന് മാത്രം കിട്ടിയാൽ മതിയോ? മറ്റുള്ള ആൾക്കാർക്കും കിട്ടണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? മറ്റുള്ള ആൾക്കാർക്കും ഈ ഒരു ഫെസിലിറ്റി കൊടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പെൻഷൻ പ്രായം ഉയർത്തണം, അല്ലേ? പെൻഷൻ പ്രായം ഉയർത്തണം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ പ്രശ്നം ചിത്രസേനന് കൊടുക്കാമോ, ചിത്രസേനന്റെ ബുദ്ധിയും ശക്തിയും ഈ പ്രായത്തിൽ നല്ലതാണോ എന്നുള്ളതല്ല. ഈ റിട്ടയർമെന്റ് പ്രായം എന്ന് പറയുന്നത് ഇപ്പോഴും അവരെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സജ്ജമാക്കാൻ പറ്റുന്ന പ്രായമാണെങ്കിൽ പെൻഷൻ പ്രായം ഉയർത്തണം. ഇപ്പോൾ പ്രശ്നം, ഇവിടെ കുറെ യുവജന സംഘടനകളുണ്ട്, SFI, DYFI ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട്. ഈ സംഘടനകൾ സമ്മതിക്കുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഈ സമയത്താണ് ഒരു പക്ഷേ നമുക്ക് വളരെ അപ്രൈറ്റായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ധാരണ ഉണ്ടാക്കിയിട്ടുള്ള കുറേ അധികം സർക്കാർ സർവീസിലെ ജോലിക്കാരെ കുറിച്ച് ഓർത്ത് അഭിമാനം ഉണ്ടാകേണ്ടത്. അതിൽ പ്രത്യേകം പറയാവുന്ന 2 പേരുകൾ റെഡിലി പറയാവുന്നത്, ഒന്ന് B. അശോക് IAS, മറ്റേത് N. പ്രശാന്ത് IAS-ഉമാണ്. B. അശോകിനെ ചട്ടവിരുദ്ധമായിട്ട് എന്താണോ ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിന് വിരുദ്ധമായിട്ട് അദ്ദേഹത്തിന് ഒരു പോസ്റ്റിംഗ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അതിനോട് വിയോജിച്ചുകൊണ്ട് ഇത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ പറഞ്ഞിരിക്കുന്നത് അൺഫോർച്ചുനേറ്റ് ആണ്, ദൗർഭാഗ്യകരമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം ഈ സർവീസ് ചട്ടങ്ങൾ എന്തൊക്കെയാണ്, ഒരു പുതുതായിട്ടൊരു കമ്മീഷനെ അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാനത്തേക്ക് ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ചിട്ടവട്ടങ്ങൾ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റെടുക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അതേപോലെ പ്രശാന്തിന്റെ വിഷയം നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. എന്നാൽ കിട്ടുന്ന ഒരു അവസരത്തിൽ പ്രകീർത്തിച്ചുകൊണ്ട് കോഴിമുട്ട ഇടുന്നത് പോലെ പാട്ട് എഴുതുന്ന, നേരത്തെ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ശ്രീ ഭാസ്കർ അടക്കം മുട്ട മാർക്ക് കൊടുക്കുന്ന രീതിയിലത്തേക്കുള്ള കവിത എഴുതുന്ന ആൾക്കാരുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ചില സ്ഥാനങ്ങൾക്ക് പദവികൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരും എന്ത് കിട്ടിയാലും ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പൊ ഇതിൽ പാർട്ടിയുടെ തിരുവാതിരയേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ട് ഗൗരവത്തോടു കൂടി ഞാൻ കാണുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘഗാനമാണ്. കാരണം സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന, പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന അങ്ങനെ ഒരാളിനെ പ്രകീർത്തിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രീതി ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എങ്കിൽ അത് തെറ്റാണ്. ആ തെറ്റിനെയാണ് നമ്മൾ വിമർശിക്കേണ്ടത്, അല്ലാതെ ചിത്രസേനന്റെ കവിത്വത്തിനെ പറ്റി മാർക്കിടേണ്ടതല്ല. കാരണം ഇത് വയലാർ അവാർഡിന്റെ ജഡ്ജ്മെന്റ് ജൂറിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ആ രീതിയിലത്തേക്ക് നമ്മൾ വിമർശിക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ആത്മാർത്ഥത കൂടുതൽ വെളിവാകുന്നത്. അതല്ല എങ്കിൽ ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രീ ഭാസ്കർ ഒരുപക്ഷെ പുതിയൊരു സ്തുതിഗീതം ചമച്ചാൽ ആ പ്രശ്നം തീരും. അങ്ങനെയല്ല അത് പ്രശ്നം തീർക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ അസ്കർ, എന്തായാലും ഈ പിണറായിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ ഇനിയിപ്പോൾ ഒരു തള്ളൽ തന്നെ ഉണ്ടാവും തോന്നുന്നു അല്ലേ? കൂടുതൽ ചിത്രസേനന്മാരെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? എന്തായാലും ചിത്രസേനൻ വയലാറിനെ പോലെ ബലികൂടിയർ എഴുതാൻ കഴിയുന്ന ഒരു കവിയാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ആ കവിതയെ അങ്ങനെ സമീപിക്കാൻ ആഗ്രഹിച്ചത്. വസ്തുത അതാണ്. ഇപ്പൊ തോപ്പിൽ ഭാസിയും സാംബശിവനും ഒക്കെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂവ്മെന്റുകൾക്ക് അവരുടെ രചനകളെ എത്രത്തോളം സഹായകമാക്കി എന്നുള്ളത് കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. അവർ ഈ കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തെ ഉഴുതുമറിച്ചതുപോലെ ഒരുപക്ഷെ ഇപ്പോ എഴുതുന്ന വിപ്ലവ ഗാനങ്ങൾക്ക് ആ കവികൾക്ക് അത്തരത്തിൽ എഴുതാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ ഇല്ല എന്നുള്ള ഒരു പരിമിതി പുതിയ കാലഘട്ടത്തിലെ കവികൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വാഴ്ത്തുപാട്ടലുകൾ എന്ന് പ്രത്യക്ഷത്തിൽ തോന്നലുകൾ ഉണ്ടാവുന്ന തരത്തിൽ കവിതകൾ രചിക്കേണ്ടി വരുന്ന ഗതികളിലേക്ക് ആ കവികൾ ചെന്നെത്തിയിരിക്കുന്നത് എന്നുള്ള
ഒരു അഭിപ്രായമാണ് അക്കാര്യത്തിൽ എനിക്കുള്ളത്. മറിച്ച് ഇപ്പോ ശ്രീ പാണ്ഡ്യാല ഷാജിയെ പോലുള്ള ആളുകൾ നിരന്തരം സഖാവ് പിണറായി വിജയനെ വിമർശനമുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ വൈരനിര്യാതന്റെ ബുദ്ധിയോടുകൂടിയാണ് അദ്ദേഹം ഇതിനെ സമീപിക്കുന്നത്. അറിയാം, അദ്ദേഹത്തിന് വ്യക്തിപരമായി അല്ല അദ്ദേഹത്തിന് ഈ സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിമർശകർ എന്ന് പറയുന്നത് മുൻകാല ആ പാർട്ടിയുടെ പ്രവർത്തകരോ ആ പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നിട്ടുള്ള ആളുകൾ പുറത്തു വരുമ്പോ നഖശികാന്തം ആ പാർട്ടിയെ എതിർക്കും. അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഞാനത് ശ്രീ പാണ്ഡ്യാല ഷാജിക്ക് CPM-നെ വിമർശിക്കാനും അതുപോലെ CPM നന്നായി കാണണമെന്ന് ആഗ്രഹിക്കാനുള്ള അവകാശത്തെയും ഞാൻ ഒരു തരത്തിലും അനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, നിശ്ചയമായും ഞാൻ അദ്ദേഹത്തിന്റെ അനുഭവം, ഓരോ വ്യക്തികളുടെ അനുഭവങ്ങൾ ആ മനുഷ്യനെ കൊല്ലാകൊല ചെയ്തതാണ് പിണറായിയിൽ വെച്ച്. ഞാൻ അത് ആരും കൊല്ലാക്കൊല ചെയ്തു എന്നുള്ളതല്ല. പറഞ്ഞോളൂ. ഞാൻ ഇത്തരത്തിലുള്ള വിഷയത്തിലേക്ക് അത് ചുരുക്കല്ല, ഇത്തരത്തിലുള്ള വിഷയത്തിലേക്ക് ചുരുക്കല്ല. അതിനകത്ത് ഒരു കാര്യം അസ്കർ പറഞ്ഞതിനകത്ത് ഞാൻ പറയാണ്. ഈ ജയകുബേരയുടെ ടീഷർട്ട് ഇട്ടിട്ട് വന്ന ആളുകൾ അയാളുടെ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നത് എടുത്തു മാറ്റം എന്ന് പറയുമ്പോൾ അയാൾ ആരെയാണ് കൽപ്പിച്ചത്? അയാൾ കൽപ്പിച്ചത് പബ്ലിക്കിനെയാണ്, അഥവാ പാർട്ടിയെയാണ്. പാർട്ടി അത് ഒബേ ചെയ്തു. ഈ ഒബേ ചെയ്യിച്ചു എന്ന് പറയുന്ന സംഭവമാണ് അയാൾ കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ കമ്മിറ്റി പിടിച്ചത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുണ്ടാകുന്ന വഷളൻ വാഴ്ത്തുപാട്ടുകളിട്ട് ഇയാൾ അഭിരമിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിലെ പൊളിറ്റിക്സ് അതാണ് മിസ്റ്റർ അസ്കർ, മറ്റല്ലാതെ അത് അയാളുടെ മഹാമനസ്കതയുടെ ഭാഗമായി കാണേണ്ടുന്ന ഒന്നല്ല. ജനത്തിനെ ഭരിക്കാൻ, നാടിനെ ഭരിക്കാൻ, പാർട്ടിയെ ഭരിക്കാൻ ഞാനുണ്ട്, മറ്റൊരാൾ വേണ്ട എന്ന് പറയുന്ന അധാർമികതയാണത്. ആ അധാർമികതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്, മറ്റല്ലാതെ മറ്റൊന്നുമല്ല അസ്കറെ, മറ്റൊന്നുമല്ല. അസ്കർ തുടർന്നോ? അതല്ല, ഒരു മനുഷ്യന്റെ ആയുസ് എത്ര വന്നാലും ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന് ആയുസിന് പരിമിതിയുണ്ട്. ആ പരിമിതിക്കപ്പുറം അദ്ദേഹത്തിന് ഒരു മനുഷ്യർക്കും ജീവിച്ചിരിക്കാനാവില്ല. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒരാൾ പാർട്ടി പിടിച്ചിട്ടുണ്ടെന്നും ഈ പാർട്ടിയെ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നതാണ്. എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ പാർട്ടിക്കുള്ളിൽ എന്റെ ഘടകത്തിൽ ഞാൻ പറയേണ്ട അഭിപ്രായങ്ങൾ പറയാനുള്ള അങ്ങനല്ല. ശ്രീ പാണ്ഡ്യാല ഷാജിക്ക് കണ്ണൂർ ജില്ലയിൽ പിണറായിയിലെ പാണ്ഡ്യാലയിലെ പിണറായി വിജയനെ നിശ്ചിതമായി വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ അതും നൽകുന്നത് ഈ പാർട്ടി തന്നെയാണ്. ഈ സഖാവ് പിണറായി വിജയൻ തന്നെയാണ് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നത്. അത് മനസ്സിലാക്കുക. അങ്ങനത്തെ കാരണം ഞാൻ പാണ്ഡ്യാല ഗോപാലിന്റെ മകനാണ്. ഇത് അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരാളുടെ മകനാണ് ഞാൻ. അവിടെ എനിക്ക് അതിൻ്റെതായ വില്ലുണ്ട്. ഏത് പ്രതിസന്ധി വന്നാലും നടക്കുകയും ചെയ്യും. അത് വേറെ വിഷയം. അങ്ങനത്തെ ഒരു ഔദാര്യം അങ്ങനത്തെ ഒരു സാധനം എനിക്ക് വേണ്ട. അവസാനിപ്പിക്കാം പെട്ടെന്ന് ഒരു വാക്കുകൂടി. അല്ല, ഒന്ന്, ഇതിന് അടിസ്ഥാനപരമായി വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ പ്രകീർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകണം എന്ന അഭിപ്രായം മാത്രമാണ് എനിക്ക്. എന്തായാലും തന്നെക്കുറിച്ച് വാഴ്ത്തി പാടാനൊന്നുമില്ല എന്ന് പിണറായി വിജയന് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വഷളൻ പാട്ടുകളിൽ അദ്ദേഹം അഭിരമിക്കുന്നത്. പിണറായി വിജയനെക്കുറിച്ച് ഇനിയും ഇതുപോലുള്ള അപദാനങ്ങൾ വാഴ്ത്തിപ്പാടാൻ, സംഘഗാനങ്ങൾ രചിക്കാൻ, കൈകൊട്ടിക്കളിക്ക് ആയിട്ട് കൂടുതൽ പേർ കടന്നു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രസേനൻ കവിയെപ്പോലെ പല കവിമാരും ഇനിയും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ ഒരുപക്ഷെ വാഴ്ത്തിപ്പാടാൻ വന്നേക്കാം. പക്ഷേ പാർട്ടി ഇത് തിരിച്ചറിയുന്നുണ്ടോ, പാർട്ടി മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.